ഹൈക്കോടതി തന്നെ കർശനമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടും PC-യുടെ വിദ്വേഷനാവിന് തടസ്സമില്ല. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദിന്റെ ഭാഗമായി തട്ടിക്കൊണ്ടുപോയെന്നാണ് ജോർജിന്റെ കണ്ടെത്തൽ. ആ കണക്ക് എന്തായാലും മീനച്ചിൽ ഭരണങ്ങാന ഭാഗത്തെ ആർക്കും അറിയുകയുമില്ല. രാജ്യത്തിന്റെ പാർലമെന്റ്, കോടതികൾ, കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ ലവ് ജിഹാദ് എന്നൊന്നില്ല എന്ന് നാളുകളായി പറയുമ്പോഴും പിന്നെയും അത് ചർച്ചയാക്കാനുള്ള ആലോചന PC-യുടെ മാത്രമാണോ അതോ BJP-യുടേത് കൂടിയാണോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ RV ബാബു, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ പ്രസാദ് കുരുവിള, KCBC മദ്യവിരുദ്ധ സമിതിയുടെ നേതാവാണ്. അഡ്വക്കേറ്റ് അമീൻ ഹസൻ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ പ്രസാദ് കുരുവിളയിലേക്ക് പോകണം. ശ്രീ പ്രസാദ് കുരുവിള, താങ്കളുടെ പരിപാടിയിൽ ഉണ്ടായിരുന്നു എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് PC ജോർജ് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. 300 എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണ്, അല്ലെങ്കിൽ 400 എന്നൊക്കെ പറയുന്നത് വലിയൊരു മാരകമായ സംഖ്യയാണ്. സ്വാഭാവികമായും നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് ഞെട്ടിക്കുന്നതുമാണ്. അത് നാട് മുഴുവൻ അറിയേണ്ടത് ഞെട്ടിക്കുന്നതാണ്. അപ്പം നമ്മളിത് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഭരണങ്ങാനം 7ാം വാർഡ് മെമ്പർ ലിസി സണ്ണിയെ വിളിച്ചു ചോദിച്ചു. ലിസി സണ്ണിക്ക് ഇക്കാര്യം അറിയില്ല. 6ാം വാർഡ് മെമ്പർ ബൈജു കൊല്ലംപറമ്പിനെ വിളിച്ചു ചോദിച്ചു. ബൈജു കൊല്ലംപറമ്പിൽ ഇക്കാര്യം കേട്ടിട്ടേ ഇല്ല, അറിയില്ല. 11ാം വാർഡ് മെമ്പർ, വാർഡിൻ്റെ പേര് സാജോ ജോണിനെ വിളിച്ചു ചോദിച്ചു. മീനച്ചിൽ ഗ്രാമപഞ്ചായത്താണ്, മീനച്ചിലാണല്ലോ പറയുന്നത്. മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് നമ്പർ 11 സാജോ ജോണിനെ വിളിച്ചു ചോദിച്ചു. സാജോ ജോണിന് ഇക്കാര്യങ്ങളൊന്നും അറിയില്ല. 6ാം വാർഡ് നമ്പർ ബീന ടോമി വിളിച്ചു ചോദിച്ചു. ഇവർക്കൊന്നും അറിയില്ല. മീനച്ചിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു ചോദിച്ചു. 400 പേരെ ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുപോയോ? അത് കേട്ടിട്ടേ അറിയില്ല. അപ്പോൾ ഈ കണക്ക് നിങ്ങൾക്ക് ബോധ്യമുള്ള കണക്കാണോ ശ്രീ പ്രസാദ് കുരുവിള? ഈ കണക്കുകളെ കുറിച്ചൊന്നും ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് കണക്കുകളെ കുറിച്ചൊന്നും നമ്മളിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ സമ്മേളനത്തിലെ അജണ്ടയും അതായിരുന്നില്ല. നമ്മളവിടെ വിളിച്ചു ചേർത്തത് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തായ മാരക രാസലഹരികളുടെ നമ്മുടെ സംസ്ഥാനത്തേക്കുള്ള ഒഴുക്കും അതിന്റെ വ്യാപനവും ഒക്കെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ വെളിച്ചത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ അടുത്ത കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായ, അതിക്രൂരമായ, അതിനിഷ്ഠൂരമായ ആക്രമണങ്ങളൊക്കെ ഉണ്ടായതിന്റെ വെളിച്ചത്തിൽ അഭിനന്ദനായ പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ട് പിതാവ് വിളിച്ചു ചേർത്ത ഒരു സുപ്രധാന സമ്മേളനമായിരുന്നു ഇത്. ആ സമ്മേളനത്തിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെട്ടിരുന്നത് 400 പ്രതിനിധികളെയാണ്. ഈ 400 പ്രതിനിധികൾ എന്ന് പറയുന്നത് കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന രൂപത അതിർത്തിയിലുള്ള MP-മാർ, MLA-മാർ, ഒപ്പം മുൻ MLA-മാർ, മുൻ MP-മാർ. അല്ല, ആ പരിപാടി നല്ല പരിപാടിയാണ്. ആ പരിപാടി കാലികമാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉറപ്പായും ആ പരിപാടി കാലികമാണോ, നടത്തേണ്ട പരിപാടിയാണ്. കാര്യം അത്രത്തോളം ആഴത്തിൽ ലഹരിയുടെ വേരോട്ടം ഉണ്ടാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കാക്കുക എന്ന് പറയുന്നത് വളരെ അതിപ്രധാനമാണ്. ഒരു തർക്കം അക്കാര്യത്തിൽ. ആ പരിപാടി സംഘടിപ്പിച്ച നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ശ്രീ പ്രസാദ് കുരുവിള. അതെല്ലാവരും മാതൃകയാക്കേണ്ടതും ഇതിനോടകം തന്നെ ചിലരൊക്കെ ചെയ്യുന്നുണ്ട്. ചില ആളുകൾ ഇപ്പോഴും അത് ഗൗരവത്തിലെടുക്കുന്നില്ല. പോരാ, അതെല്ലാവരും ഗൗരവത്തിലെടുക്കേണ്ടതാണ്. അക്കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. PC ജോർജ് നിങ്ങളുടെ ആ പരിപാടിയിൽ വരുന്നുണ്ട്. നിങ്ങളുടെ ആ പരിപാടിയിൽ വന്ന് ഇത്തരത്തിൽ ഇപ്പോൾ താങ്കൾ പറയുകയാണ് ആ കണക്കിനെ പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അങ്ങ് പറയണം, നിങ്ങളുടെ പരിപാടിയിൽ ഉത്തരവാദിത്തോടുകൂടി 10-30 വർഷം നാടിൻ്റെ ജനപ്രതിനിധിയായിരുന്ന ആളുകൾ കേട്ടാൽ വിശ്വസിക്കുന്ന ഒരാൾ വന്ന് 400 പേരെ ഇത്തരത്തിൽ ലവ് ജിഹാദിൻ്റെ ഭാഗമായി കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുകയാണ്. മീനച്ചിൽ പഞ്ചായത്ത് പ്രസിഡന്റിനോ ആ മേഖലയിലുള്ള ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വാർഡങ്ങളും ഇതിനെപ്പറ്റി കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല, അറിയുകയില്ല. അപ്പോൾ അതെങ്ങനെയാണ് കണക്ക് വരുന്നത്? ശ്രീ, നിങ്ങളുടെ പരിപാടിയിൽ പറഞ്ഞ ഒരു കണക്കല്ലേ? നിങ്ങൾ അതിന് പിന്തുണയും കൊടുക്കുന്നുണ്ടല്ലോ ശ്രീ പ്രസാദ് കുരുവിള. നിങ്ങൾ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് അതുകൊണ്ട്, അല്ലേ? അല്ല, നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ അതിന് ആ കാര്യത്തെ പിന്തുണയ്ക്കുകയോ അല്ല. പക്ഷേ നമ്മുടെ യോഗത്തിൽ സംസാരിച്ച വിഷയം ഏതെങ്കിലും ഒരു മതത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തെയോ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അവിടെ ഒരു ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളിവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ആരും ഒരു മതത്തെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ടാർഗറ്റ് ചെയ്യേണ്ടതുമില്ല. വിഭാഗത്തെ ഇപ്പൊ താങ്കൾ പൂഞ്ഞാറുകാരനാണെന്ന്, ഇപ്പൊ താങ്കളുടെ വീട്ടിലാണ് താങ്കൾ പൂഞ്ഞാറിലുള്ള ആളാണെന്നാണ് എന്റെ ധാരണ, അല്ലേ? അപ്പോൾ താങ്കൾക്ക് എന്തായാലും ആ മേഖല അറിയാമല്ലോ, ആ ഏരിയ അറിയാമല്ലോ. അപ്പോൾ ഈ മീനച്ചിൽ ഭരണങ്ങാനം മേഖലകളിൽ ഈ 400 പേരെ ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുപോയ കാര്യം വ്യക്തിപരമായി താങ്കൾക്ക് അറിവുള്ള കാര്യമാണോ ശ്രീ പ്രസാദ് കുരുവിള? എനിക്ക് ഈ 400 പേരെ കടത്തിക്കൊണ്ടുപോയതിനെ കുറിച്ച് വലിയ അറിവില്ല. പക്ഷേ അത് ലവ് ജിഹാദാണോ ലവ് വിഹാസാണോ എന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്കറിയാവുന്ന 2-3 കേസുകൾ നമ്മുടെ അടുത്ത മേഖലയിൽ തന്നെ
ഇങ്ങനെ അത് ഏത് വിഭാഗമാണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ഈ മേഖലയിൽ തന്നെ ഒരു 4 കേസ് എനിക്കറിയാം, ഒരു 2-3 വർഷമായിട്ട് എനിക്കറിയാം. അത് ഏത് മതവിഭാഗം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എല്ലാ മതവിഭാഗത്തിലും അങ്ങോട്ടും പരസ്പരം ആളുകൾ ഈ പ്രേമം എന്ന അവസ്ഥയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആളുകൾ പരസ്പരം അങ്ങോട്ടും മാറിപ്പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. പിന്നെ അതല്ല ഇവിടുത്തെ വിഷയം. മതവിഭാഗത്തെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, അങ്ങനെ പറയാനുള്ള കണക്ക് നമ്മുടെ മുന്നിൽ, നമ്മുടെ ഫാക്ട് നമ്മുടെ മുന്നിൽ താനും എന്ന് പറഞ്ഞാൽ താങ്കൾ പറയുന്നത് ശരിയാണ്. എന്ന് പറഞ്ഞാൽ പ്രേമം എന്ന് പറയുന്നതുണ്ട്, കുട്ടികൾക്കിടയിലുണ്ട്. അതിനെ ഈ പറയുന്ന മാതാപിതാക്കൾ അതിനെ എതിർക്കും, അവരതിൽ ഉറച്ചു നിൽക്കുകയാണ്, ചിലപ്പോൾ നടത്തി കൊടുക്കും, വലിയ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ. അതൊക്കെ ഇപ്പോൾ ഉള്ള കാലം, അതൊക്കെ മനുഷ്യനുണ്ടായ കാലം മുതലേ ഉള്ളതായിരിക്കുമല്ലോ ഈ പ്രേമമൊക്കെ. ഓക്കെ സാർ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഷാറി ബാബു ഇപ്പോൾ ഷോൺ ജോർജ് പറയുകയായിരുന്നു, ജസ്റ്റിസ് കെ ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഷാറി ബാബു ഇപ്പോൾ ഷോൺ ജോർജ് PC-യുടെ മകൻ എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് BJP-ക്കാരെ വിളിച്ചു. BJP ആ വിഷയത്തിൽ ചർച്ചയ്ക്ക് ആളെ വിടുന്നില്ല. PC ജോർജ് BJP-കാരനാണ്. പക്ഷേ PC ജോർജ് പറയുന്നതിനൊക്കെ ഏറ്റെടുക്കുക BJP-യുടെ ഉത്തരവാദിത്തമല്ല എന്നുള്ളതാണ്. അന്ന് PC-യുടെ അറസ്റ്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ വിളിക്കുമ്പോഴും ഈ വിഷയത്തിൽ BJP ഒഫീഷ്യലി ആളെ വിടുന്നില്ല എന്നാണ് BJP-കാർ പറയുന്നത്. ഷോണിനെ വിളിച്ചു, ഷോൺ വിളിക്കാൻ തയ്യാറില്ല. ഓക്കെ, ഇപ്പോൾ ഷോൺ ജോർജ് വാർത്താ സമ്മേളനത്തിൽ ജസ്റ്റിസ് KT ശങ്കറിന്റെ ഒരു വിധി പ്രസ്താവത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ഷഹൻഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസാണ് ആ പറഞ്ഞത്. ജസ്റ്റിസ് KT ശങ്കറിന്റെ സംശയങ്ങൾ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ 8 ചോദ്യങ്ങളായ വിധി പ്രസ്താവത്തിലുണ്ട്. അന്നത്തെ DGP ജേക്കബ് പുന്നൂസും സംഘവും കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. ഈ ശങ്കറിന്റെ 8 ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും അടിസ്ഥാനമില്ല എന്നാണ് ആ റിപ്പോർട്ട്. ചുമ്മാ തയ്യാറാക്കിയ റിപ്പോർട്ടല്ല. 14 ജില്ലാ പോലീസ് മേധാവിമാർ, സംസ്ഥാനത്തെ CID വിഭാഗം, ഇന്റലിജൻസ്, സ്പെഷ്യൽ സെല്ല്, ക്രൈംബ്രാഞ്ച് എല്ലാവരും ചേർന്ന് വളരെ വ്യാപക അന്വേഷണം തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ലവ് ജിഹാദ് പോയിട്ട് അങ്ങനെ ഒരു ആരോപണം പോലും ഇല്ല, ആരും ഉന്നയിച്ചില്ല എന്നാണ് ആ റിപ്പോർട്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന് പ്രകാരം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നത് കേരളത്തിൽ ഒരു ലവ് ജിഹാദും ഇല്ല എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ഷോൺ പറഞ്ഞ കാരണം ഞാനത് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടി പറയുകയായിരുന്നു. അതിനുശേഷം പലയാവർത്തി കോടതികൾ, സുപ്രീം കോടതി, അന്വേഷണ സംഘങ്ങൾ, കേരള പോലീസ്, NIA അടക്കം ഇക്കാര്യം പറയുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പോപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഷാറി ബാബു? ആദ്യമേ തന്നെ KT ശങ്കറിൻ്റെ വിധിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രീ ഹാഷ്മി പറഞ്ഞത് തീർത്തും ശരിയല്ല. കാരണം KT ശങ്കരൻ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് ചില സൂപ്രണ്ടുമാർ ഇതിനെക്കുറിച്ച് അറിയില്ല, അന്വേഷിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ തന്നെ 2-3 റിപ്പോർട്ടുകളെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 3000 മുതൽ 4000 പേര് വരെ ഇങ്ങനെ മതത്തിൻ്റെ പേരിൽ പ്രണയം നടിച്ച് മതം മാറ്റപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ട് കൃത്യമായിട്ട് KT ശങ്കറിന്റെ വിധി ഞാനിപ്പോൾ ഇവിടെ ചർച്ചയ്ക്ക് വരുന്ന ഉണ്ടെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ KT ശങ്കറിന്റെ സംശയങ്ങൾ 8 ചോദ്യങ്ങളായ വിധി പ്രസ്താവത്തിൽ ചോദിച്ചു, അന്വേഷിക്കാൻ പറഞ്ഞു. ഒറ്റ മിനിറ്റ് ഷാറി ബാബു, ഞാൻ പറയുന്നത് ആധികാരികം പറയുകയാണ്. അത് അന്വേഷിച്ചത് ആരാണ്? അന്നത്തെ DGP ജേക്കബ് പുന്നൂസും സംഘവും. DGP ജേക്കബ് പുന്നൂസ് മാത്രമായിരുന്നില്ല, ഒരു വലിയ സംഘം എന്ന് പറഞ്ഞാൽ 14 ജില്ലാ പോലീസ് മേധാവിമാരും സംസ്ഥാനത്തിൻ്റെ അന്വേഷിക്കാനാവതുള്ള എല്ലാ വിഭാഗങ്ങളും ചേർന്ന് അന്വേഷിച്ചിട്ട് KT ശങ്കറിന് മുന്നിൽ കൊടുത്ത റിപ്പോർട്ട് എന്താണ്? അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ്. ഇനി താങ്കളുടെ താങ്കളുടെ അറിവിലേക്ക് ഏതാണ്ട് അതേ സമയം തന്നെ കർണാടക ഹൈക്കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് വരുന്നുണ്ട്. സെൽവരാജ് എന്നയാളുടെ പരാതിയിലാണ്. ലാർജർ കോൺസ്പിറസി ഓഫ് ലവ് ജിഹാദ് മൂവ്മെന്റ് അന്വേഷിക്കാൻ ഡിവിഷൻ ബെഞ്ച് DGP-യുടെ നേതൃത്വത്തിൽ അന്ന് SIT രൂപം നൽകി. 4 വർഷ കാലയളവിലെ പല മതങ്ങളിലേക്കുള്ള ഇന്റർഫെയ്ത്ത് കല്യാണങ്ങളടക്കം 21,890 സംഭവങ്ങൾ ആ SIT പരിശോധിച്ചു. അന്ന് DGP DV ഗുരുപ്രസാദ് സമർപ്പിക്കുന്നുണ്ട്. റിപ്പോർട്ടിൽ പറയുന്നു അങ്ങനെയൊന്നുമില്ല, ഒരു ലവ് ജിഹാദും ഇല്ല എന്നുള്ളതാണ്. ഇവിടെ മാത്രമല്ല, കർണാടക ഹൈക്കോടതി കാര്യം പറയുന്നത്. ശരി, ഹാഷ്മി പറഞ്ഞു കഴിഞ്ഞോ? ഇനി എനിക്ക് പറയാമെങ്കിൽ ഞാൻ പറയാം. ഹാഷ്മി ആദ്യം KT ശങ്കറിന്റെ വിധിയാണ് പറഞ്ഞത്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. KT ശങ്കറിന്റെ വിധിയിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, വേണമെങ്കിൽ അതിന് ആ വിധി വെച്ച് നമുക്ക് ചലഞ്ച് ചെയ്യാം, ഒരു ഡിബേറ്റ് വെക്കാം. ഞാൻ ആ വിധിയുടെ പൂർണ്ണ രൂപമായിട്ട് വരാം. ഹാഷ്മി തയ്യാറുണ്ടോ? അതിന് കാര്യമില്ലെന്നേ, തയ്യാറാണെങ്കിൽ പറയൂ. ഞാൻ ആ വിധിയുടെ അതിന്റെ കാര്യം എന്താണ്? അന്വേഷിക്കാൻ പറഞ്ഞു, അന്വേഷിച്ചു ഇല്ലാന്ന് കണ്ടെത്തി. പിന്നെ ആ വിധി വെച്ച് നിങ്ങൾ ഇടയ്ക്ക് കയറി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ല അറിവ് ബാബു, അത് അന്വേഷിക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് KT ശങ്കർ അത് അന്വേഷിക്കാൻ പറഞ്ഞു. ആരാണ് അന്വേഷിക്കേണ്ടത്? സംസ്ഥാനത്തിന്റെ പോലീസ് അന്വേഷിച്ചു, ഇല്ലെന്ന് പറഞ്ഞു. പിന്നെന്താണ് ഡിസ്കഷൻ? എന്താണ്? ഞാൻ നിർത്തും സംസാരം. എനിക്ക് സംസാരിക്കാനുള്ള സാവകാശം തന്നില്ലെങ്കിൽ എനിക്ക് തർക്കിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് KT ശങ്കരൻ കേരള സർക്കാരിനോട് മതപരിവർത്തന നിരോധന ബില്ല് കൊണ്ടുവരണമെന്ന് പറഞ്ഞത്? അങ്ങനെ ഒരു വിധിയുണ്ടത് അറിയാമോ ഹാഷ്മിക്ക്? കേരളത്തിൽ ഇത്തരത്തിലുള്ള മതമാറ്റങ്ങൾ നടക്കുന്നു, അതുകൊണ്ട് ഒറീസയിൽ നിലനിൽക്കുന്ന പോലുള്ള ഒരു മതപരിവർത്തന നിരോധന ബിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ച് കേരള സർക്കാർ ആലോചിക്കണം
ഒരു നിർദ്ദേശമാണ്, ഉത്തരവല്ല. എന്തുകൊണ്ടാണ് KT ശങ്കരൻ അങ്ങനെ നടത്തിയത്? നിങ്ങൾ ആരെ ഈ ആളുകളെ മുഴുവൻ ഇങ്ങനെ വിഡ്ഢികളാക്കരുത്. ഇനി രണ്ടാമത്തെ കാര്യം, ലവ് ജിഹാദിനെ സംബന്ധിച്ച് ജി കിഷൻ റെഡ്ഡി പാർലമെന്റിൽ പറഞ്ഞ സമയത്ത് വ്യക്തമായി പറഞ്ഞു. എന്താ ഈ ലവ് ജിഹാദ്? എന്താണ് ലവ് ജിഹാദ് എന്ന് പറയപ്പെടുന്ന സാധനം? ഒരു മുസ്ലിം യുവാവ് ഒരു ഹിന്ദു യുവതിയെ വിവാഹം കഴിക്കുന്നതിനെ അല്ല ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ഒരു മുസ്ലിം യുവാവ് ഒരു ക്രിസ്ത്യൻ യുവതിയെ വിവാഹം കഴിക്കുന്നതിനെ അല്ല ലവ് ജിഹാദ് എന്ന് പറയുന്നത്. വിവാഹത്തിന് വേണ്ടി പ്രണയം ഉപാധിയാക്കിക്കൊണ്ട് മതം മാറ്റം നടത്തുന്നതിന് ആണ് യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് എന്നുള്ള സംജ്ഞ കൊണ്ട് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ ജി കിഷൻ റെഡ്ഡി പറഞ്ഞത് എന്താണെന്നറിയാമോ? ദ ടേം ലവ് ജിഹാദ് ഈസ് നോട്ട് ഡിഫൈൻഡ് അണ്ടർ ദി എക്സ്റ്റെന്റ് ലോസ്. ഏത് വർഷമാണ് സാറേ പറയുന്നത്? അതാണ് നിയമത്തിന്റെ ഒരു പ്രധാന പ്രശ്നം. ഏത് വർഷമാണ് പറയുന്നത്? ലവ് ജിഹാദ് നിയമപരമായി നിർവചിക്കപ്പെട്ടിട്ടില്ല. ഏത് വർഷം അത് പറയുന്നത്? എന്തോ ഏത് വർഷം അത് പറയുന്നത് കിഷൻ റെഡ്ഡി? 2020. ആ, ഏത് വർഷോ? ഇത് ഏത് വർഷോ? 2020. ഇതേത് വർഷം? 2025 ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് 2025 ഞാൻ പറയട്ടെ, അല്ല സാർ, ഇത് 25 അല്ലേ? 5 വർഷം കൊണ്ട് ലോ ഡിഫൈൻ ചെയ്യാൻ കേന്ദ്ര സർക്കാർ തോന്നാത്ത എന്താണ്? അതുകൊണ്ട് ഞാൻ പറയട്ടെ അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിരവധി സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള മതം മാറ്റങ്ങൾ, പ്രണയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിവാഹം കഴിച്ചുള്ള മതം മാറ്റങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള നിയമം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. നിയമങ്ങളുണ്ടല്ലോ. ഉത്തരാഖണ്ഡിലില്ലേ, ഹിമാചൽ പ്രദേശിലില്ലേ, മധ്യപ്രദേശിലില്ലേ, ഇപ്പൊ 7 അംഗ സമിതിയെ നിയമിച്ചിരിക്കുന്നു മഹാരാഷ്ട്രയിൽ അത്തരത്തിലൊരു നിയമം കൊണ്ടുവരാൻ. എതിർത്തുകൊണ്ട് സുപ്രീം കോടതി പോയില്ലേ? സുപ്രീം കോടതി പറഞ്ഞില്ലേ അതിലിടപെടാൻ പറ്റില്ല, ആ നിയമം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ശ്രീ RV ബാബു അത് നിയമപ്രകാരം തീർന്നു എന്നാണ് എന്ന് പറയാം. പക്ഷേ നമ്മുടെ നാട്ടിൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്തില്ല എന്നതിനർത്ഥം വ്യവഹാരം തീർന്നു എന്നാണ്. നാട്ടിൽ ക്രൈസ്തവ സഭ അല്ല, വ്യവഹാരം തീരണ്ടെന്നേ. നാളിതുവരെ നിയമം പാസ്സാക്കിയിട്ട് ഇപ്പോ 4-5 വർഷമായി. അല്ല, അത് കോടതി കിടക്കല്ലേ? കൊടുത്തില്ല. അത് കോടതി കിടക്കണം. അത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ, ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമായിരുന്നില്ല, ലംഘനമാണെങ്കിൽ ഹാഷ്മി, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാനോ തയ്യാറല്ല. ആർട്ടിക്കിൾ 25 ലംഘനമാണെങ്കിൽ, അത് ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റിന് എതിരാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ സ്റ്റേ കൊടുക്കും സർ. അല്ല, ഞാൻ ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമായിരുന്നില്ലേ? സ്റ്റേ കൊടുത്തില്ല. ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് പിന്നെ വിധി വന്നത്. ഭരണഘടനാ വിരുദ്ധ വിധി വന്നില്ലേ? അല്ല, ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് അല്ലല്ല, ഇലക്ട്രൽ ബോണ്ടിന്റെ ഭരണഘടനാ വിരുദ്ധതയെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായിട്ടില്ല. കോടതി വിധി വന്നല്ലേ? ആ വിധി ആണ്. ഞാൻ അതൊരു അല്ലല്ല അത് ഞാൻ ചോദിക്കുന്നത്, നിലവിൽ ഇലക്ട്രൽ ബോണ്ട് ഒരു പൗരന്റെ അല്ലല്ല, സോറി, ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമായിരിക്കാം. അത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ. എന്റെ ചോദ്യം, അത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ നിരോധനമല്ല ആണോ? കോടതി പറഞ്ഞിട്ടുണ്ടോ? അത് താങ്കൾ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഹാഷ്മി. നമ്മുടെ നാട്ടിൽ താങ്കൾ തന്നെ എല്ലാം പറയരുത് എന്ന് പറഞ്ഞാൽ, താങ്കൾ സുപ്രീം കോടതിയിൽ ഒരു നിയമത്തിന് സ്റ്റേ ഇല്ല എന്ന് താങ്കൾ ന്യായമായി പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ്, ഇലക്ട്രൽ ബോണ്ടിനും സ്റ്റേ കൊടുത്തില്ല. അന്തിമ വിധി വന്നപ്പോൾ ഇലക്ട്രൽ ബോണ്ട് എടുത്ത് കാട്ടിക്കളഞ്ഞു കോടതി എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അതൊരു ഉപാധിയായിട്ട് പറയരുത്. സുപ്രീം കോടതിയിലെ വ്യവഹാരം വഴി ഇടയ്ക്കൊരു ജങ്ചറിൽ ഇതാ കണ്ടില്ലേ എന്ന് ചൂണ്ടിക്കാട്ടരുത്. നിങ്ങൾ അല്ല ഹാഷ്മി, ഒരു കാര്യം, നിങ്ങൾ വസ്തുതകളെ വളച്ചൊടിക്കരുത്. ഞാൻ എന്താ പറഞ്ഞത്? ഫണ്ടമെന്റൽ റൈറ്റിന് എതിരാണെങ്കിൽ, ആർട്ടിക്കിൾ 25 എതിരാണെങ്കിൽ സുപ്രീം കോടതി ഈ ഓർഡിനൻസ്, അതായത് നമ്മുടെ ലവ് ജിഹാദിനെ സംബന്ധിച്ച് മറ്റ് സംസ്ഥാനങ്ങൾ പാസ്സാക്കിയിട്ടുള്ള നിയമം ഓൺ ദ സ്പോട്ടിൽ റദ്ദാക്കുമായിരുന്നു. ഇലക്ട്രൽ ബോണ്ട് ഫണ്ടമെന്റൽ റൈറ്റുമായി ബന്ധപ്പെട്ടതല്ല. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ കിഷൻ റെഡ്ഡിയുടെ കാര്യം പറഞ്ഞു ശ്രീ RV ബാബു. കിഷൻ റെഡ്ഡി, ഇപ്പോൾ ബെന്നി ബെഹനാൻ 2020 ചോദ്യത്തിന് ആഭ്യന്തര വകുപ്പിന്റെ മറുപടി, നോ സച്ച് കേസ് ഓഫ് ലവ് ജിഹാദ് ഹാസ് ബീൻ റിപ്പോർട്ടഡ് ബൈ എനി ഓഫ് ദ സെൻട്രൽ ഏജൻസീസ് എന്നുള്ളതാണ്. അതിന് കാരണമായി പറഞ്ഞ എന്താണ്? ഈ പറയുന്ന ലവ് ജിഹാദ് എന്ന പദാവലി നിയമപരമായി ഡിഫൈൻ ചെയ്തിട്ടില്ല. 2020 25 ഡിഫൈൻ ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് മോദി ഭരിക്കുന്ന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പാണ്. പോട്ടെ, 2020 2022 ഗൗരവ് ഗൊഗോയ് ചോദിക്കുന്നു ലവ് ജിഹാദിന്റെ ചോദ്യത്തിന് ലോക്സഭയിൽ നിത്യാനന്ദറായുടെ മറുപടി എന്താണ്? ഗവൺമെന്റ് ഈസ് കമ്മിറ്റഡ് ടു എൻഷുർ എവരി സിറ്റിസൺ ഫ്രീഡം ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലിജൻ എന്നാണ്. 2014 രാജ്യസഭയിൽ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ, സംസ്ഥാനങ്ങൾ തിരിച്ച് ലവ് ജിഹാദ് കേസുകളുടെ ഡീറ്റെയിൽസ് തരാമോ എന്ന ചോദ്യം, ഡേറ്റ തരാമോ എന്ന ചോദ്യം. അമിത്ഷാ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ മറുപടി എന്താണ്? അങ്ങനെ ഒരു ഡേറ്റ ഇല്ല, ഡസ് നോട്ട് അറൈസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്ത് മണ്ടൻ ചോദ്യമാ സാറേ എന്നാണ് ചോദ്യം ചോദിക്കുന്ന സാമാജികനോട് അതിന്റെ പരോക്ഷമായ
ഡസ് നോട്ട് അറൈസ് എന്ന വാക്കിൻ്റെ അർത്ഥം. രാഹുൽ ഈശ്വർ രാജ്യത്തിൻ്റെ സുപ്രീം കോടതി പോട്ടെ, ഹാദിയ കേസിൽ സുപ്രീം കോടതി എൻ ഐ വിട്ട് പരിശോധിപ്പിച്ചില്ലേ? എൻ ഐ എ കാമ്പോട് കാമ്പ് പരിശോധിച്ചിട്ടില്ല. എന്നിട്ട് സുപ്രീം കോടതി കൊടുത്ത റിപ്പോർട്ട് എന്താ? ലവ് ജിഹാദില്ല. രാജ്യത്തിൻ്റെ സുപ്രീം കോടതി, രാജ്യത്തിൻ്റെ പാർലമെൻറ്റ്, രാജ്യത്തിൻ്റെ കോടതികൾ ഇല്ല എന്ന് പറയുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പൊന്തി വരുന്നത്? ഇപ്പോൾ ഞാൻ താങ്കളുടെ യൂട്യൂബിലെ വീഡിയോ കാണുകയായിരുന്നു. യൂട്യൂബിൽ അത് ട്രെൻഡിങ്ങുമാണ്. രാഹുൽ ഈശ്വർ പറയുകയാണ് ഇങ്ങനെ കള്ളക്കണക്കുകൾ പറയല്ലേ ജോർജെ എന്ന് താങ്കൾ പറയുന്നത് എന്തുകൊണ്ടാണ് രാഹുൽ ഈശ്വർ? ശ്രീ ഹാഷ്മി, ഒരു മിനിറ്റ് അങ്ങ് എനിക്ക് തരണം. ഇത് പറയുന്നത് സാമൂഹ്യ നിരീക്ഷകനായ രാഹുൽ മാധ്യമപ്രവർത്തകനായ ഹാഷ്മിയോടല്ല, ഒരു ഹിന്ദു ബ്രാഹ്മണ ആക്ടിവിസ്റ്റായ രാഹുൽ ഈശ്വർ മുസ്ലിമായ ഹാഷ്മി താജ് ഇബ്രാഹിമിനോടാണ്. ആദ്യത്തെ പോയിന്റ്, യഥാർത്ഥത്തിൽ മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി കൂടുന്നു എന്നൊരു തെറ്റിദ്ധാരണ എനിക്കും എൻ്റെ സമുദായത്തിലെ ഒരുപാട് ആൾക്കാർക്കും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ കോർ. ഈ തെറ്റായ ധാരണ ഇടയ്ക്കിടയ്ക്ക് തികട്ടി വരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ലവ് ജിഹാദെന്നും ലാൻഡ് ജിഹാദെന്നും തുപ്പൽ ജിഹാദെന്നും തുമ്മൽ ജിഹാദെന്നും ഒക്കെ കള്ളം പറയുന്നത്. ഇത് കള്ളമാണെന്ന് പറയുന്നത് ഞങ്ങൾക്കും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം, ചോദിക്കുന്നവർക്കും അറിയാം. പക്ഷേ വേണമെങ്കിൽ ഞാൻ 5500 ചർച്ചകളിലധികം പങ്കെടുത്തിട്ടുണ്ട്. എനിക്കും ലവ് ജിഹാദ് എന്ന വാദത്തെ ന്യായീകരിക്കാൻ 1-2 വാദങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അങ്ങനെയല്ല ഇതിൻ്റെ സത്യം. ഇതിൻ്റെ സത്യം എന്ന് പറയുന്ന അടുത്ത 30 സെക്കൻഡ് ഞാൻ പറയാം. ക്രിസ്ത്യൻ ജനസംഖ്യയുടെ ഫെർട്ടിലിറ്റി റേറ്റ് 1.6 ആണ്. ഹിന്ദുക്കളുടെ ഞങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് 1.1 to 1.3 ആണ്. മുസ്ലിങ്ങളുടെ അത് 2.7 ആണ്. അത് നോർമലും ഓക്കെയുമാണ്. യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിൽ ഒരു അമ്മയുടെ അമ്മച്ചിയുടെ ഉമ്മയുടെ വയറ്റിൽ 2.1 കുട്ടികൾ ജനിക്കണം. ഞങ്ങൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അത് ജനിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭയവും ഈ പേടിയും ഉള്ളിലിട്ടുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കള്ളങ്ങളാണ് ഈ ലവ് ജിഹാദ്, സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ. അവിടെയാണ് ഇതിനെ തർക്കിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തോപ്പിക്കാൻ പറ്റില്ല. പകരം സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ് ഇങ്ങനെയല്ല ഇത് ഡീൽ ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ മുസ്ലിം ജനസംഖ്യ നോർമലാണ്. ഏത് നോർമലാണ്? പൂജനീയ സർസംഘചാലക് മോഹൻ ഭഗവത്ജി പറഞ്ഞ 2 to 3 കിഡ്സ്, 2 മുതൽ 3 കുട്ടികൾ വരെ ഒരു കുടുംബത്തിൽ വേണമെന്ന് പറയുന്നത് പാലിക്കുന്നത് മുസ്ലിങ്ങളാണ്. അവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് 2.7 ആണ്. ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്കുകളുണ്ട്. എന്നാൽ ഞങ്ങൾ ഹിന്ദുക്കളുടെ ജനസംഖ്യ 1.1 to 1.3 ആണ്. പലപ്പോഴും ഹിന്ദു സംഘടനകൾ ഇത് തുറന്നു പറയാൻ മടി കാണിക്കും. കാര്യം ലൈംഗികത, കുട്ടികൾ, സെക്സ്, ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇത് തുറന്നു പറഞ്ഞാൽ ട്രോൾ ചെയ്യപ്പെടുമോ, കളിയാക്കപ്പെടുമോ തുടങ്ങിയ ധാരണകൾ ഉണ്ടാകും. ഹാഷ്മിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കേണ്ടത് മുസ്ലിം സഹോദരങ്ങൾ 27% ഞങ്ങൾ ഹിന്ദുക്കളതിൻ്റെ ഇരട്ടി 54% കേരളത്തിൽ. കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ഹിന്ദു കുട്ടികളെക്കാൾ കൂടുതൽ മുസ്ലിം കുട്ടികളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായത്. ആ മുസ്ലിം കുട്ടികൾ ഉണ്ടായത് കറക്റ്റാണ്. അവരുടെ ജനസംഖ്യ വളരെ ശരിയുമാണ്. മലപ്പുറത്തിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഞങ്ങളുടെ അയ്യപ്പൻ ഇരിക്കുന്ന പത്തനംതിട്ട ഓരോ വർഷവും തകർന്നുകൊണ്ടിരിക്കുകയാണ്. കുമ്പനാട് പ്രേത നഗരമായിക്കൊണ്ടിരിക്കുകയാണ്. തിരുവിതാംകൂറിൽ കുട്ടികൾ കുറയുകയാണ്. അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കൊച്ചി വരെയുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾ കുറയുകയാണ്. കേരളത്തിലെ 7 ജില്ലകളിൽ കുട്ടികൾ ജനിക്കുന്ന ജനങ്ങളെക്കാൾ കൂടുതൽ മലപ്പുറത്ത് ജനിക്കുന്നുണ്ട്. അത് മലപ്പുറത്തിന്റെ കുറ്റമല്ല. മലപ്പുറം നോർമലാണ്, ഞങ്ങളാണ് അബ്നോർമൽ. ഈ പേടിയും ഈ കുട്ടികൾ ജനിക്കണമെങ്കിൽ കുട്ടികൾ ജനിക്കണമെങ്കിൽ എല്ലാവരും ഒന്നാമത് നാട്ടിലുണ്ടാവണം. അങ്ങനെ പല ഘടകങ്ങളുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ പുറത്തു പോയി, ഇപ്പം നമ്മൾ കാനഡയിൽ പോകുന്നു, നമ്മൾ ജർമ്മനിയിൽ പോകുന്നു, നമ്മൾ അവിടെ പോകുന്നു, അവിടെ പോയി കുട്ടികളുണ്ടായി, ഇവിടുത്തെ കുട്ടികളാവില്ലല്ലോ. അല്ല ഹാഷ്മി, അങ്ങനെയല്ല. മാത്രമല്ല പല നിരക്കാണ് കള്ളമാണ്. അല്ല ഹാഷ്മി, അത് നിങ്ങൾ ലിബറലുകൾ അല്ലല്ല, അങ്ങനെയല്ല. അത് നിങ്ങൾ ലിബറലുകളും മതേതരവാദികളും ഈ സീരിയസ് ആയ വിഷയം അഡ്രസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി പറയുന്ന കള്ളമാണ്. അങ്ങനെയല്ല. ഞങ്ങൾ ഹിന്ദുക്കളുടെ ഫാമിലി പോളിസി തെറ്റിപ്പോയി, ക്രിസ്ത്യാനികളുടെ ഫാമിലി പോളിസി തെറ്റിപ്പോയി. കഴിഞ്ഞ 50 വർഷങ്ങളിൽ ഞങ്ങളുടെ ജനസംഖ്യാ നയം തെറ്റിപ്പോയി എന്നുള്ളതാണ് സത്യം. അതായത് 2 കുട്ടികളാണ് ഓരോ വീട്ടിലും വേണ്ടത്. ഹിന്ദുക്കൾക്ക് അത് 1.3 ആണ്. സവർണ ഹിന്ദുക്കൾക്ക് കുറച്ചുകൂടെ കുറവാണ്, 1.1 ആണ്. സവർണ ഹിന്ദുക്കളുടെ സാമ്പിൾ സർവേ ഉള്ളൂ. ബാക്കിയുള്ള ഫെർട്ടിലിറ്റി റേറ്റ് ഗവൺമെന്റ് എല്ലാം കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് കേരളത്തിൽ ആലോചിച്ചു, ആരുടെയും കുറ്റമല്ല, ഞങ്ങളുടെ കുറ്റം. ഞങ്ങൾക്കൊരു തെറ്റായ പോപ്പുലേഷൻ പോളിസി ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. പക്ഷേ ഈ വിഷയം നേരിട്ട് അഡ്രസ് ചെയ്യാതെ വളഞ്ഞ വഴിയിലൂടെ അഡ്രസ് ചെയ്യുന്നതുകൊണ്ട് ഒരു അർത്ഥവുമില്ല. ഇന്നലെ PC ജോർജ് സാർ പറഞ്ഞതിന്റെ കാര്യം എന്താ? ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ കല്യാണപ്രായം താമസിക്കുന്നു, അതൊരു സീരിയസ് പ്രശ്നമാണ്. ഹിന്ദു പെൺകുട്ടികളുടെ കല്യാണപ്രായം താമസിക്കുന്നു, അതൊരു സീരിയസ് പ്രശ്നമാണ്. ഇനി ഒരു കാര്യം കൂടെ ഹാഷ്മി, ഒരു വരി കൂടെ പറയാൻ അവസരം തരണം. എൻ്റെ ജീവിതത്തിൽ എനിക്കിത് പറ്റിയതാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ട് 7 വർഷം കഴിഞ്ഞ് എനിക്ക് കുട്ടി ഉണ്ടായത്. ഈ
കുട്ടി ഉണ്ടാകുന്നത് ബുദ്ധിമുട്ടാണ്, മെനക്കേടാണ്, സാമ്പത്തിക പ്രാരാബ്ധമാണ് തുടങ്ങിയ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഞാനെന്ന ഹിന്ദുവിനുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആദ്യ മോൻ ഉണ്ടായ ശേഷമാണ് കുടുംബത്തിൽ കുട്ടികൾ ഉണ്ടാകേണ്ട പ്രാധാന്യം ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ എനിക്ക് രണ്ടാമത്തെ ഒരു കുട്ടി കൂടെ ഉണ്ട്. നമ്മൾ ഹിന്ദു ജനവിഭാഗങ്ങൾക്കും ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്കും ഈ 2 കുട്ടികൾ എന്ന ഫെർട്ടിലിറ്റി റേറ്റ് എന്ന ആശയം മുമ്പോട്ട് വെക്കുന്നതിന് പകരം ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. ഇപ്പം നമ്മുടെ മീനച്ചലിയിൽ നിന്ന് 400 പേര് പോയില്ല എന്ന് PC ജോർജ് സാറിനും അറിയാം, കേൾക്കുന്ന ഹാഷ്മിക്കും അറിയാം, എനിക്കും അറിയാം, ബാബുച്ചേട്ടനും അറിയാം, അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും അറിയാം. അതിനെ ന്യായീകരിക്കാൻ പറ്റില്ലെന്ന് ലോകത്തിൽ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഈ അങ്ങനെയാണെങ്കിൽ 4 പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ PC ജോർജ് സാറിന് പറയാൻ പറ്റൂല. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ജനസംഖ്യയ്ക്ക് ഒരു തളർച്ചയും തകർച്ചയും ഉണ്ട്. ക്രിസ്ത്യാനികളുടെ അടിസ്ഥാന വിഹ്വലതകളിലൊന്ന്, പേടികളിലൊന്ന്, 50 വർഷം മുമ്പ് ക്രിസ്ത്യാനികൾ 21% അന്ന് മുസ്ലിങ്ങൾ 17%. ഇന്ന് ക്രിസ്ത്യാനികൾ 17%, മുസ്ലിങ്ങൾ 27%. പക്ഷേ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഓർക്കേണ്ടത് മുസ്ലിങ്ങൾ കൂടിയതല്ല, ക്രിസ്ത്യാനികൾ കുറഞ്ഞതാണ്. മുസ്ലിങ്ങൾ കൂടുന്നതല്ല, ഹിന്ദുക്കൾ കുറയുന്നതാണ്. അവിടെയാണ് ഈ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന വിഷയം മറ്റൊരു വിഷയത്തെ അഡ്രസ് ചെയ്യാൻ ഇതിനെക്കുറിച്ചാണ് പൂജനീയ സർസംഘചാലക് ഗുരുജി ഗോൾവൽക്കർ പറയുന്നത്. ഈ ഹിന്ദുക്കളുടെ കാട്ടി ജനസംഖ്യ കൂടുതലും മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുമെന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് പോലും ഹിന്ദുക്കളിലെ ചിലർ പറയുന്നത്. ഇത് ആഴമേറിയ ഒരു പ്രശ്നമാണ്. ഇതിനെ സത്യസന്ധമായി അഡ്രസ് ചെയ്യുന്നതിന് പകരം വളഞ്ഞുകെട്ടി ലവ് ജിഹാദാണ്, തുപ്പൽ ജിഹാദാണ്, തുമ്മൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ഗുണവുമില്ല. നമ്മൾ ഇനിയെങ്കിലും സത്യം പറയാൻ പഠിക്കണം. PC ജോർജ് സാറിന് എനിക്ക് ഇഷ്ടമാണ്, ജ്യേഷ്ഠ സഹോദര തുല്യനാണ്, ഷോണന്റെ സഹോദരനാണ്. പക്ഷേ ഈ വിഷയം സത്യസന്ധമായി നമ്മൾ അഡ്രസ് ചെയ്തില്ലെങ്കിൽ നാളെ നമ്മുടെ തലമുറ ഇല്ലാതെ ഒറ്റ വരി കൂടെ പറഞ്ഞു ശ്രമിക്കുക. ഇനി ഒരു മുസ്ലിം സമൂഹത്തിന്റെ കാര്യം എടുക്കണ്ട. ഈ ജനന നിരക്കി പോയാൽ 100 വർഷത്തിനകം കേരളത്തിൽ ഹിന്ദുക്കൾ ഇല്ലാതാകും. അതായത് കേരളത്തിലെ ഹിന്ദുക്കളുടെ വളർച്ചാ നിരക്ക് പ്രകാരം 100 വർഷം കൊണ്ട് കേരളത്തിൽ ഹിന്ദുക്കൾ ഇല്ലാതാകും. നമ്മൾ ഇല്ലാതാകണ്ടെന്നുണ്ടെങ്കിൽ ഈ ജനസംഖ്യാ പ്രശ്നത്തെ സത്യസന്ധമായി അഡ്രസ് ചെയ്ത് മുൻപോട്ട് വരണം. ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുക അല്ല ചെയ്യേണ്ടത്. ഓക്കെ, അമീർ ഹസൻ, നേരത്തെ നമ്മൾ ജസ്റ്റിസ് KT ശങ്കറിന്റെ കാര്യവും അല്ല കർണാടക അവിടുത്തെ SITയുടെ കാര്യവും ഒക്കെ പറഞ്ഞാൽ അത് സംസ്ഥാനങ്ങളിലാണെന്ന് കൂട്ടാം. ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് മുന്നിലുള്ള വിഷയം എന്താണ്? ഹാദിയ കേസാണ്. അത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അന്വേഷിച്ചത് കേരള പോലീസോ ഈ കർണാടക പോലീസോ അല്ല, സാക്ഷാൽ ദേശീയ അന്വേഷണ ഏജൻസി. ഈ പറയും പോലെ പല വിവാഹങ്ങൾ, പല മതം മാറ്റങ്ങൾ അന്വേഷിച്ചു. അത് വെറുതെ അന്വേഷിച്ചതല്ല, NIA ആക്ടിൻ്റെ സെക്ഷൻ 6 പ്രകാരം ദേശീയവും അന്തർദേശീയവുമായ മാനങ്ങളായിരുന്നു അന്വേഷണം. ഓഗസ്റ്റ് 16, 2017 സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നത് NIA കുഡ് നോട്ട് ഫൈൻഡ് എ സിംഗിൾ കേസ് ഓഫ് ലവ് ജിഹാദ് നോർ എനി കോൺസ്പിറസി വെദർ ലോക്കൽ ഓർ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ് നിരാകരിക്കുകയാണ് ഈ പറയുന്ന ആരോപണങ്ങളെ. അത് ഏതെങ്കിലും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പാർലമെൻറ്റിൽ കിഷൻ റെഡ്ഡി ഈ പറഞ്ഞ ലവ് ജിഹാദ് എന്ന കോയിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന പോലെ അല്ലല്ലോ. ഇത് ലവ് ജിഹാദ് ഉണ്ടോ, അതിൻ്റെ ഗൂഢാലോചനയുണ്ടോ, മതം മാറ്റി വേറെ രീതിയിൽ വേറെ രീതിയിൽ കൊണ്ടുപോകാനുള്ള പ്ലാൻ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചത് ദേശീയ അന്വേഷണ ഏജൻസിയാണ്. സാക്ഷാൽ അമിത്ഷായുടെ കീഴിലുള്ള NIA ഇല്ലെന്ന് പറയുന്നു. ഇതെല്ലാവർക്കും അറിയാം. അമീൻ ഹസൻ, ഇത് പിന്നെയും ഇങ്ങനെ ഇത് പിന്നീട് ഓരോ കൃത്യമായ ഇടവേളയിൽ ഓരോരുത്തരായി കൊണ്ടുവരുന്നു. ഇപ്പോൾ ശ്രീ ആർ വി ബാബു പറയുകയായിരുന്നു, സംസ്ഥാനങ്ങൾ ഇല്ലാത്ത ലവ് ജിഹാദിനെതിരെ നിയമം പാസ്സാക്കിയെങ്കിൽ അത് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ, അത് ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ നിഷേധിക്കുന്നതാണെങ്കിൽ, ഭരണഘടനാ വിരുദ്ധമാവുകയാണെങ്കിൽ എന്തുകൊണ്ട് സുപ്രീം കോടതി സ്റ്റേ കൊടുക്കുന്നില്ല? അമീൻ ഹസൻ. ഹാഷ്മി, താങ്കളുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ രാഹുൽ ഈശ്വറിനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. പകുതി തമാശയാണ്, പിന്നെ മറന്നുപോകും. അതുകൊണ്ടാണ് ഈ 7 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ പോലെ 15 വർഷം മുമ്പ് രാഹുൽ ഈശ്വറും ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ലവ് ജിഹാദ് ക്യാമ്പയിനർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ജസ്റ്റിസ് KT ശങ്കറിനെ പോലുള്ള ഒരാൾ അത്തരത്തിൽ അസംബന്ധമായിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് എഴുതുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് എൻ്റെ വിശ്വാസം. ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ CNN IBൻ്റെ ചാനൽ ചർച്ചയിലും റിപ്പോർട്ടർ TVയുടെ ചാനൽ ചർച്ചയൊക്കെ 13-15 വർഷം മുമ്പുള്ള ഓൺലൈനിൽ അവൈലബിൾ ആണ്. അദ്ദേഹം അത് തിരുത്തുന്നു ആത്മാർത്ഥമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ പരിഹസിക്കുകയല്ല, ഞാൻ സന്ദർഭവശാൽ ഈ തെറ്റിദ്ധാരണയുടെ ഒരു ആഴം ഓർമ്മപ്പെടുത്താൻ വേണ്ടി അത് പറഞ്ഞു എന്ന് മാത്രമാണ്. കാരണം ഇത് തുടങ്ങിയിട്ട് 15 വർഷമായി. ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾക്ക് അത് തിരുത്താൻ കഴിഞ്ഞു. RV ബാബുവിനെ പോലുള്ള ആളുകൾ അത് തിരുത്താതെ ആ കളവുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരോടുള്ള ഒരു മറുപടി പറയുന്നതിന് മുമ്പ് PC ജോർജിൻ്റെ പ്രഭാഷണത്തെ ക്രിസ്ത്യൻ സമൂഹം എങ്ങനെ കാണുന്നു എന്ന് അറിയാനുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. ആ പരിപാടിയുടെ സംഘാടകരിൽ ഒരാളായ ആളിവിടെ ഇരിക്കുന്ന സ്ഥിതിക്ക് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ. കേരളത്തിൻ്റെ പുരോഗതിയിൽ, ആധുനിക കേരളത്തിൻ്റെ നിർമ്മാണത്തിൽ തന്നെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും കത്തോലിക്ക സഭ വിദ്യാഭ്യാസ രംഗത്ത്, ആതുര സേവന രംഗത്തൊക്കെ ആ തരത്തിലുള്ള സംഭാവനകൾ സമർപ്പിച്ചിട്ടുള്ള ഒരു സമൂഹത്തെ പ്രതിനിധീകരിക്കേണ്ടുന്ന ഒരു നേതാവാണോ PC ജോർജ്?
അദ്ദേഹത്താൽ പ്രതിനിധീകരിക്കപ്പെടേണ്ടുന്ന, അദ്ദേഹത്തെ പോലുള്ള ഒരു ഹെയ്റ്റ് മോങ്കറെ കൊണ്ട് പ്രതിനിധീകരിക്കപ്പെടേണ്ടുന്ന ഒരു സംവിധാനമാണോ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത്? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികളെ ഈ തരത്തിൽ പരസ്യമായി അവരുടെ ഏജൻസിയെ, അവരുടെ സ്വയം നിർണയാവകാശത്തെ, അവരുടെ തീരുമാനാധികാരത്തെ ഈ തരത്തിൽ പരസ്യമായി അവഹേളിക്കുന്ന ഒരു നിലപാടുമായി ആവർത്തിച്ചൊരു അച്ഛനും മകനും ഇറങ്ങിയിട്ട് എത്ര കാലമായി? അദ്ദേഹം ഈരാറ്റുപേട്ടയിൽ നിന്നാണെന്ന് ആ പ്രസംഗത്തിൽ 6 or 7 തവണ ഈ കോട്ടയം ജില്ലയിലെ ഒരു പ്രദേശത്തെ ഈ തരത്തിൽ അവഹേളിക്കുന്നത് ശരിയാണെന്ന് KCBCക്ക് നിലപാടുണ്ടോ? ഇത്തരത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ അന്തസ്സിനെയും അഭിമാനത്തെയും അവഹേളിക്കുന്ന ഒരു നിലപാടുമായി PC ജോർജിന് ഇങ്ങനെ മുന്നോട്ട് പോകാൻ സഭ എന്തുകൊണ്ട് അനുവാദം നൽകുന്നു എന്നത് അത്ഭുതകരമാണ്. ഡെമോഗ്രഫിയുടെ പ്രശ്നം. PC ജോർജിനെ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരാളാണോ? PC ജോർജ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് SDPയുടെയും PFയുടെയും വേദിയിൽ പോയി നിങ്ങളാണ് എനിക്ക് വോട്ട് തന്നത്, നിങ്ങളാണ് എന്നെ ജയിപ്പിച്ചത്, അതുകൊണ്ട് നിങ്ങളോട് ഞാൻ കാലങ്ങളെ എൻ്റെ പിതാവ് ഇന്ന പ്ലാത്തോട്ടത്തിൽ ജോർജ് ആണെങ്കിൽ ഞാൻ നിങ്ങളോട് കാലങ്ങളോളം നിങ്ങളോട് കൂറുള്ളവനാണ് എന്ന് പരസ്യമായി പറഞ്ഞിട്ടൊരാൾ, എന്താണ് ഈ പറഞ്ഞ അധ്യാപകൻ്റെ കൈവെട്ടിയപ്പോൾ അയാളുടെ കൈയല്ല തലവെട്ടണമായിരുന്നു എന്ന് പരസ്യമായി നിലപാട് സ്വീകരിച്ച ഒരാൾ, PFഐയുടെ എല്ലാവിധ പരിപാടികൾക്കും പൂർണ്ണമായ ഒത്താശ നൽകിയ ഒരാൾ, എന്താണ് അക്കാലത്ത് ഇപ്പോൾ PC ജോർജിന് LDFും UDFും ഇല്ലാത്തൊരു പ്രത്യേക കാലം ഉണ്ടായിരുന്നു. അക്കാലത്ത് PC ജോർജിൻ്റെ പൊതുസമ്മേളനത്തിന് ആളില്ല. SDP എന്താ ചെയ്യുക, അല്ലെങ്കിൽ PF എന്താണ് ചെയ്യുക? അവരുടെ ഒരു മൊബൈൽ ആൾക്കൂട്ടം ഉണ്ടാകും, PC ജോർജിന് പിന്നാലെ ഉണ്ടാകും. PC ജോർജ് പോയി സംസാരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ മൊബൈൽ ആൾക്കൂട്ടം പോയി ആൾക്കൂട്ടമായി നിൽക്കും PC ജോർജിന് മുന്നിൽ. എന്നിട്ട് പിന്നീടാണല്ലോ നിലപാട് മാറും. പിന്നീട് നിലപാട് മാറ്റുമ്പോഴേക്കും അന്ന് പറഞ്ഞൊക്കെ വിഴുങ്ങുകയും എന്ന് പറഞ്ഞാൽ PC ജോർജിൻ്റെ നിലനിൽപ്പിന് രാഷ്ട്രീയം മാത്രമാണ് അമീൻ. അതുകൊണ്ട് PCയെ അത്രയും സീരിയസ് ആയി എടുക്കണോ താങ്കൾ? എനിക്കറിയില്ല. ഞാൻ PC ജോർജിനെ അല്ല ഹാഷ്മി സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ഈ PC പ്രചരിപ്പിക്കുന്ന വിഷത്തെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള പരോക്ഷമായ ഒരു സമീപനമെങ്കിലും കേരളത്തിലെ കത്തോലിക്ക സഭ, KCBCയെ പോലുള്ള സംഘടനകൾ സ്വീകരിക്കാൻ പാടുണ്ടോ എന്ന ഒരു ഗൗരവകരമായ ചോദ്യം. 1. 2, PC ജോർജ് നടത്തുന്ന പ്രചാരണത്തിന് അദ്ദേഹത്തിൻ്റെ മകൻ ഇന്ന് പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞതെന്നറിയോ ഹാഷ്മി? 400 അല്ല 4000 ഉണ്ട് എന്നാണ്. ഇങ്ങനെ ആളുകൾക്ക് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ആവർത്തിച്ച് കളവുകൾ പറയാൻ കഴിയുന്ന തരത്തിൽ ഒരു പോലീസ് ഇനാക്ഷൻ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? ഞാൻ ഹാഷ്മിയുടെ ചോദ്യത്തിലേക്ക് വരാം. ആലോചിച്ച് നോക്കൂ, NIA, ഹാഷ്മി എങ്ങനെയാണ് NIA അന്വേഷിച്ചിരുന്നതെന്നറിയോ? NIA അന്വേഷിച്ചുകൊണ്ടിരുന്നത് കേരളത്തിൽ ഇസ്ലാം മതത്തിലേക്ക് മാറിയിട്ടുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും വീട്ടിൽ രക്ഷിതാക്കളെ ആവർത്തിച്ച് 6 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോൾ വന്ന് വീണ്ടും പരിശോധന നടത്തുക, ഇൻ്റലിജൻസ് ഏജൻസികൾ ഈ തരത്തിൽ അരിച്ചു പൊറുക്കുകയാണ് NIA ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് പോലും അത്തരത്തിലുള്ള ഒരു ലവ് ജിഹാദ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവർ ആക്ട് ചെയ്യാതിരുന്നത്. ഹാദിയുടെ കേസിൻ്റെ സാഹചര്യത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഇതിനു മുമ്പ് എങ്ങനെയാണ് ജസ്റ്റിസ് KT ശങ്കറിൻ്റെ ജഡ്ജ്മെൻ്റ് ഉണ്ടാവുന്നത്? ഞാൻ ആ കാലം മുതൽ 2007, 2009 വർഷം മുതൽ ഇവർ ഈ വ്യാജ പ്രചരണം തുടങ്ങിയ കാലം മുതൽ ഇത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ആ നിലക്കാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് ജസ്റ്റിസ് KT ശങ്കരൻ കോട്ട് ചെയ്യുന്നത് ഒരു വെബ്സൈറ്റാണ്. പ്രതീഷ് വിശ്വനാഥിനെ പോലുള്ള ഇപ്പോഴും കേരളത്തിൽ ഒരു കേസ് പോലും പോലീസ് രജിസ്റ്റർ ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു സംഘപരിവാർ ഹെയ്റ്റ് മോങ്കറുണ്ട്. ആ ഹെയ്റ്റ് മോങ്കറുടെ ക്യാമ്പയിൻ്റെ ഭാഗമായി ഒരു വെബ്സൈറ്റിൽ ധാരാളം വ്യാജങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നു. അത് ഹൈക്കോടതി എടുത്തിട്ട് ഒരു ജഡ്ജ്മെൻറ്റിൽ എഴുതിയിട്ട് പോലീസിനോട് അന്വേഷിക്കണം എന്ന് പറയുന്നു. മലയാള മനോരമ പോലുള്ള പത്രങ്ങൾ ഈ അപസർപ്പക കഥകൾ, റോമിയോ ജിഹാദ്, ലവ് ജിഹാദ്, ഇപ്പോൾ വന്നതാണ് നാർക്കോട്ടിക് ജിഹാദ്, അന്ന് ദൗവ ജിഹാദ്, ഇങ്ങനെ ഇസ്ലാമിലെ വളരെ സുപ്രധാനമായ ഒരു പദമായ ജിഹാദിനെ പലതരത്തിലുള്ള വക്രീകരണങ്ങളിലൂടെ, വിഷലിപ്തമായ പ്രചരണങ്ങളിലൂടെ ലവ് ജിഹാദ് എന്ന ഭൂതത്തെ കേരളത്തിലേക്ക് ഇറക്കി വിടുന്നു. കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ അത്തരത്തിലുള്ള ഒരു ഭീതി സൃഷ്ടിക്കുന്നു. പലരും ഞാനിപ്പോൾ കേരളത്തിലെ മുഖ്യധാര മതേതര രാഷ്ട്രീയ നേതാക്കൾ വരെ അതിനെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ മുസ്ലിം വിരുദ്ധതയെ, ഇസ്ലാമോഫോബിയെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇതിങ്ങനെ ഈ ഭൂതത്തെ ഇടയ്ക്കിടയ്ക്ക് ഇറക്കി വിടുമ്പോഴും എന്തുകൊണ്ട് പോലീസ് ആക്ഷൻ ഉണ്ടാവുന്നില്ല? ഹാഷ്മിക്ക് അറിയാമല്ലോ, ഹിന്ദു പാർലമെന്റ് എന്ന് പേരുള്ള ഒരു ഹിന്ദുത്വ പാർലമെന്റ് ഈ കാസയും സംഘപരിവാറും കൂടി ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്നു. അവിടെ വെച്ചാണ് കെവിൻ പീറ്ററിനെ പോലുള്ളവർ പങ്കെടുത്ത ആ പരിപാടിയിൽ വെച്ചാണ് PC ജോർജിൻ്റെ കേസെടുത്ത ആദ്യത്തെ ഹെയ്റ്റ് സ്പീച്ച് നടക്കുന്നത്. ആ ഹെയ്റ്റ് സ്പീച്ചിന് ശേഷം അയാൾക്ക് ജാമ്യം കിട്ടുന്നു. ആ ജാമ്യം കിട്ടിയതിലെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് സമാനമായ പ്രചാരണങ്ങൾ നടത്തരുതെന്നാണ്. എന്നിട്ട് രണ്ടാമത് PC ജോർജ് ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളും വർഗീയവാദികളാണ്, പാകിസ്ഥാനിൽ പോകണം എന്ന വിഷലിപ്തമായ പ്രചരണം നടത്തുമ്പോൾ ആദ്യത്തെ ജാമ്യം റദ്ദാക്കാനോ PC ജോർജിൻ്റെ പേരിൽ 6 ദിവസം കേസെടുക്കാനോ കേരളത്തിലെ പോലീസ് തയ്യാറാവുന്നില്ല.
പിന്നീട് പി സി ജോർജ് ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനത്തോടു കൂടി പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളുന്നു. പിന്നീട് പോലീസ് സൗകര്യം ചെയ്തു കൊടുക്കുന്നു കോടതിയിൽ വന്ന് ജാമ്യം വാങ്ങിക്കാൻ. അതും കഴിഞ്ഞ് ഇപ്പോൾ പി സി ജോർജ് വീണ്ടും പ്രസ്താവന നടത്തുന്നു. ഇന്നവരെ ജസ്റ്റിസ് കെ എം ജോസഫിന്റെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ജസ്റ്റിസ് കെ എം ജോസഫ് അടങ്ങുന്ന ബെഞ്ചിന്റെ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഹെയ്റ്റ് സ്പീച്ചിനെതിരെ മുഖം നോക്കാതെ പോലീസ് നടപടികൾ സ്വീകരിക്കണം, സ്യൂമോട്ടോ ആക്ഷൻ എടുക്കണമെന്നാണ്. എന്താണ് ഈരാട്ടുപേട്ടയിലെ പോലീസ് പഴം വിഴുങ്ങിയിരിക്കുകയാണോ? എന്തുകൊണ്ടാണ് ജാമ്യം റദ്ദാക്കാൻ നിലപാട് സ്വീകരിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇതുവരെ പി സി ജോർജിനെതിരെയും മകൻ ഷോൺ ജോർജിനെതിരെയും കേസെടുക്കാത്തത്? അത്തരത്തിൽ വർഗീയമായ വിഷലിപ്തമായ പ്രചരണം നടത്തുമ്പോൾ അതിന് പിന്തുണ നൽകുന്ന ഒരു സമീപനവുമായി കേരളത്തിന്റെ ഇടതുപക്ഷ സർക്കാർ എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു? ഈ ക്യാമ്പയിൻ, സംഘപരിവാറിന്റെ ഈ ക്യാമ്പയിൻ പി സി ജോർജ് ഏറ്റെടുത്തുകൊണ്ട് എന്താണ് പറയുന്നത്? ഞാൻ അതാണ് KCBCയുടെ മദ്യവിരുദ്ധ സമിതിയുടെ നേതാവിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹിന്ദുക്കളോടൊപ്പം ക്രിസ്ത്യാനികൾ ചേർന്ന് പ്രവർത്തിക്കണം എന്നാണ് പി സി ജോർജ് പറയുന്നത്. ആ നിലപാട് നിങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ തുറന്നു പറയണ്ടേ? പറയണ്ടേ? നിങ്ങളുടെ മദ്യവിരുദ്ധ സമിതിയിൽ എപ്പോഴും പങ്കെടുക്കുന്ന സമൂഹമല്ലേ മുസ്ലിം സമുദായം? അവർ വേണ്ട എന്നാണ് പി സി ജോർജ് പറയുന്നത്. അത് ചെയ്യാൻ പാടുണ്ടോ? ഇരുത്തേണ്ടതല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശരി, ശ്രീ പ്രസാദ് കുരുവിള, താങ്കളുടെ തന്നെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് പ്രത്യേക ഏതെങ്കിലും മതത്തെക്കുറിച്ച് പരാമർശം ഉണ്ടായിട്ടില്ല. പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന മാരകലഹരി ഉൾപ്പെടെയുള്ള ചില വിഷയങ്ങൾ ഒരു സാധാരണക്കാരന്റെ വികാരം ഒരു മതത്തെയും വ്രണപ്പെടുത്താതെ പരാമർശിച്ചു എന്നതിനപ്പുറം ഇതിനെ കാണേണ്ടതില്ല. ഈ പ്രസംഗം 4 തവണ ആവർത്തിച്ച് ഞാൻ പരിശോധിച്ചതാണ്. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം വിടക്ക് എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കാൻ ആരും ശ്രമിക്കേണ്ടതുമില്ല. ശ്രീ പ്രസാദ് കുരുവിള, താങ്കൾ തന്നെ പറയുന്നു താങ്കൾക്ക് ഈ പറയുന്ന മീനച്ചിൽ ഭരണങ്ങാനം താലൂക്കിൽ ഈ പറയുന്ന 400 പേരുടെ കാര്യം താങ്കൾക്ക് അറിയില്ല. താങ്കൾക്കറിയാവുന്ന 4 കേസുകൾ പ്രേമവിവാഹങ്ങളാണ്. ഈ പറഞ്ഞ ഏതെങ്കിലും മതമായി അല്ലെങ്കിൽ മതവുമായോ ഈ പറയുന്ന ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന വ്യാജ കോയിനേജുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതായി താങ്കൾക്ക് നേർക്കുന്നവർ അറിവില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് 4 തവണ താങ്കൾ അത് കേട്ടപ്പോഴും ആ പ്രസംഗത്തിൽ പ്രശ്നമൊന്നുമില്ല തോന്നാനുള്ള കാരണം? ശ്രീ പ്രസാദ് കുരുവിള. ആദ്യമായിട്ട് അഡ്വക്കേറ്റ് അമീർ ഹസന്റെ ആ തെറ്റിദ്ധാരണയെ തിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ പി സി ജോർജ് എന്ന് പറയുന്ന ആള് കത്തോലിക്ക സഭയുടെ തലവനല്ല. കത്തോലിക്ക സഭയുടെ തലവൻ എന്ന് പറയുന്ന ആള് മാർപ്പാപ്പയാണ്. കേരള കത്തോലിക്ക സഭയുടെ തലവന്മാര് 3 പേരുണ്ട്. പാലാ രൂപതയുടെ അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടാണ്. അതൊന്ന് അങ്ങ് മനസ്സിലാക്കിയിരിക്കണമെന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ഒരു സമ്മേളനത്തില് നിരവധി നേതാക്കള് ജനപ്രതിനിധികൾ സംസാരിക്കുകയുണ്ടായി. നേതാക്കള് സംസാരിക്കുകയുണ്ടായി. അത് ഒരു മതത്തിന്റെ പേരെടുത്ത് പറഞ്ഞതായിട്ട് ഒരിടത്തും ഞാൻ അത് പല ആവൃത്തി അത് കേൾക്കുകയുണ്ടായി. പക്ഷെ അതിനകത്തൊരു മതത്തിന്റെ പേരെടുത്ത് പറഞ്ഞതായിട്ട് ഇല്ല എന്നുള്ളതാണ് നമ്മളത് പറയുന്നത്. ഈ പറയുന്ന ഈ ലവ് ജിഹാദ് എന്നത് എന്താണെന്ന് താങ്കൾക്ക് ഉദ്ദേശിക്കുന്നത് എന്താണ്? താങ്കൾക്ക് അറിയാത്ത അത്രയും നിഷ്കളങ്കനാണോ അങ്ങ്? ഞാന് നിഷ്കളങ്കനാണ്, ഒത്തിരി നിഷ്കളങ്കനാണ്. ജിഹാദ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഈ ലവ് ജിഹാദിൽ കൂടി 400 പേരെ കാണാനില്ല, തട്ടിക്കൊണ്ടുപോയി, കടത്തിക്കൊണ്ടുപോയി എന്ന് പി സി ജോർജ് പറയുന്നത് അങ്ങക്ക് എന്താണെന്ന് മനസ്സിലാവാത്ത കൊണ്ടാണ് അങ്ങ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ വിട്ടു. അല്ല, 400 പേരെ തട്ടിക്കൊണ്ടുപോയി, കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് ഏത് വിഭാഗമാണെന്ന് അവിടെ അദ്ദേഹം സംസാരിച്ചിട്ടില്ല, വെളിപ്പെടുത്തിയിട്ടില്ല. അല്ല, തുടർച്ചയിൽ പറയുന്നു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇല്ല അതിന്റെ തുടർച്ചയിൽ പറയുന്നു പരിഹാരം എന്താണ്? ക്രിസ്ത്യൻ പെൺകുട്ടികളെ നേരത്തെ കല്യാണം കഴിച്ചു വിടണം എന്നൊക്കെ തുടർച്ചയിൽ പറയുന്നില്ലേ? അപ്പൊ എന്താണ് പിടികിട്ടുന്നില്ല അങ്ങേക്ക്? അല്ല, ക്രിസ്ത്യൻ പെൺകുട്ടികളെ നേരത്തെ കല്യാണം കഴിച്ച് വിടണമെന്നാണ് എന്റെയും സഭയുടെയും ഒക്കെ നിലപാട്. അത് മറ്റൊന്ന് കണ്ടുകൊണ്ടല്ല. അത് തീർച്ചയായിട്ടും ക്രിസ്ത്യൻ പെൺകുട്ടികളെ അത് രക്ഷിതാക്കള് നേരത്തെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ എന്നല്ല, എല്ലാ പെൺകുട്ടികളെയും നേരത്തെ കല്യാണം കഴിച്ച് വിടുന്നത് തന്നെയാണ് എപ്പോഴും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മൾ കാണേണ്ട ഇത് ഞാൻ പറഞ്ഞു, നമ്മളൊരു വാക്ക് പിടിച്ച് പെൺകുട്ടിയാവട്ടെ ആ പെൺകുട്ടികളുടെ അനുവാദം കൂടി അക്കാര്യത്തിൽ വേണ്ടേ? നേരത്തെ പിടിച്ചും കെട്ടിച്ചു വിടാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങളൊന്നും അല്ലല്ലോ പെൺകുട്ടികൾ. അവരുടെ താല്പര്യം നോക്കണ്ടേ? അവരുടെ പഠിത്തം എന്താണെന്ന് നോക്കണ്ടേ? അവർക്ക് ജോലി കിട്ടിയിട്ട് എന്റെ സ്വന്തം കാലിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞാലോ? അല്ല മറ്റൊരു വിഷയമാണെങ്കിലും അതൊരു വിഷയമാണല്ലോ. അല്ലല്ല, മറ്റൊരു വിഷയം അതൊരു വിഷയമാണല്ലോ രാഹുലേ. എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികളെ നമുക്ക് കെട്ടിച്ചുവിടാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ സ്വത്താണ് എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ മൂളയില്ലാത്ത അല്ലെങ്കിൽ ആലോചിക്കാൻ ഏതെങ്കിലും തരത്തിലില്ലാത്ത നമ്മൾ പറഞ്ഞ ഉടനെ കേൾക്കേണ്ട ആൾക്കാരാണ് നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ അല്ലല്ലോ. അവരുടെ താല്പര്യം കേൾക്കണമല്ലോ, വേണ്ടേ?
അല്ല അങ്ങനെ തീർച്ചയായിട്ടും അവരുടെ താല്പര്യോട് കേൾക്കണം. അവരുടെ താല്പര്യപ്രകാരം പ്രായപൂർത്തിയായാൽ കല്യാണം കഴിപ്പിച്ചു വിടുന്നത് നല്ലതാണ്. അതെല്ലാ മതക്കാരെയും കല്യാണം കഴിപ്പിച്ചു വിടുന്നത് നല്ലതാണ്, ന്യായം തന്നെയാണ്. അതിനകത്തും അത് പി സി ജോർജ് പറഞ്ഞതിൽ നേരത്തെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ നേരത്തെ കല്യാണം കഴിപ്പിച്ചു വിടണമെന്ന്, ക്രിസ്ത്യൻ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു വിടണമെന്ന് പി സി ജോർജിന് പറയാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം അദ്ദേഹം കത്തോലിക്ക സഭയുടെ അംഗമാണ്, തലവനല്ല, അദ്ദേഹം കത്തോലിക്ക സഭയിലെ ഒരു അംഗമാണ്, അദ്ദേഹത്തിന് അത് പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഞാൻ ആരെയും ന്യായീകരിക്കുകയല്ല, ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്യുകയല്ല. ഒരു മതവിഭാഗം കത്തോലിക്ക സഭ ടാർഗറ്റ് ചെയ്യുന്നില്ല. ഈ രാജ്യത്ത് ഭരണഘടനാ പ്രകാരം എല്ലാ മതങ്ങളെ പ്രചരിപ്പിക്കാനും എല്ലാ മതങ്ങളുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളായിട്ട് തുടരാനും എല്ലാവർക്കും അവകാശമുണ്ട്. അതുകൊണ്ട് എല്ലാ മതങ്ങളോടുമുള്ള ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു, നമ്മൾ സംഘടിപ്പിച്ച ഒരു സുപ്രധാന മീറ്റിംഗ് ഒരു വലിയ വിപത്തിനെതിരെയുള്ള മീറ്റിംഗ് ആയിരുന്നു. അതിൽ ഓരോരുത്തരോടും നിങ്ങൾ ഇന്നത് മാത്രമേ പറയാവുള്ളൂ, നിങ്ങൾ വാ മൂടിക്കെട്ടണം, അല്ലെ ഞാൻ പറയുന്ന ഭാഷയിൽ തന്നെ ശ്രീ പി സി ജോർജ് വേണം, അല്ലെങ്കിൽ മറ്റ് എം പിമാർ ജനപ്രതിനിധി പറയണം, നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞ ആ സംസാര ഭാഷയില് ഒരു പക്ഷേ ലവ് ജിഹാദും ഞാർക്കോട്ട് ജിഹാദും ഒക്കെ സംസാരത്തിൽ വന്നിട്ടുണ്ടാവും. ഇത് പൊതുസമൂഹത്തില് ഇപ്പം ഇറങ്ങി നടക്കുന്ന അല്ലെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രാസം അല്ലെ ഒരു കാര്യമായിട്ടങ്ങ് കണ്ടാൽ മതി. അതിനെ നിസ്സാരമായിട്ട് വലുതായിട്ട് ഞാൻ പറയുന്നത് പി സി ജോർജ് എന്തും പറഞ്ഞോട്ടെ, പി സി ജോർജ് ഇപ്പോ ആ ജോസ് കെ മാണിയുടെ ഭാര്യയ്ക്കെതിരെ പറഞ്ഞ ഒരു ടെലിഫോൺ സംഭാഷണം പ്രചരിക്കുന്നു, അങ്ങനെ കേട്ടതാണോ? നമുക്ക് അറപ്പ് തോന്നും. അമ്മാതിരി വാർത്ത എന്തൊക്കെ പി സി പറയുന്നു, അത് പി സി ആ വഴിക്ക് വിട്ടേക്കും. പക്ഷേ അതിനെ താങ്കൾ ഒരു വാർത്താക്കുറിപ്പിലൂടെ ന്യായീകരിക്കുമ്പോഴാണ് അത് ഓതന്റിക്കേറ്റ് താങ്കൾ ചെയ്യുന്നത്. അല്ല, അതിനെ ന്യായീകരിക്കുകയല്ല നമ്മൾ പറഞ്ഞത്. നമ്മുടെ സമ്മേളനത്തിൽ സംസാരിച്ചതിൽ അതിന് ഒരു മതവിഭാഗത്തെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പേരെടുത്ത് പറഞ്ഞതായിട്ട് നമ്മളവിടെ കേട്ടിട്ടില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിന് ന്യായീകരണമല്ല, പിന്നെ ആരെയും ടാർഗറ്റും ചെയ്യണ്ട. എന്തായാലും കെ സി ബി സിയുടെ നിങ്ങളുടെ ഇപ്പം എന്താണ് വിഷയത്തിൽ നിന്ന് മാറി എന്ന് പറയുകയാണ്. കെ സി ബി സിയുടെ നിങ്ങളുടെ ഈ പറഞ്ഞ ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് എല്ലാവിധ പിന്തുണ അറിയിക്കുകയാണ് കേട്ടോ. അതിന് ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുകയാണ്. കാര്യം അത് കാലത്തിന് ഏറ്റവും വലിയ ആവശ്യമാണ്, ഒരു തർക്കം അക്കാര്യത്തില്ല. താങ്ക് യു സാർ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ആർ വി ബാബു, ജന്മഭൂമിയുടെ അല്ല അത് തുടരണം സാർ എന്ന് പറഞ്ഞാൽ അത്രയും ഭീകരമായ രീതിയിൽ അത്രയും ഗ്രൗണ്ടിൽ നമ്മുടെ സ്കൂൾ കുഞ്ഞുങ്ങളെ അവരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരം കിരാത ശക്തികൾ ഇങ്ങനെ കഴുകന്മാരെ പോലെ വട്ടമിട്ട് ഉറക്കുമ്പോൾ നമ്മൾ സർക്കാരിനെ മാത്രം ഏൽപ്പിച്ച് ചുമ്മാരിക്കാൻ പറ്റത്തില്ല. സർക്കാർ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും സമൂഹം ചെയ്യാനുള്ളത് ചെയ്യണം. ഞങ്ങൾ തിങ്കളാഴ്ച മുതൽ പാലാരൂപതയുടെ എല്ലാ മേഖലയിലും മുക്കിലും മൂലയിലും നമ്മൾ ഇറങ്ങി പ്രചരണം ആരംഭിക്കുകയാണ് ഈ കാര്യത്തിൽ. കട്ടക്ക് നിൽക്കണം മാത്രമല്ല സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും പറ്റുകയാണെങ്കിൽ കെ സി ബി സിയുടെ പ്രവർത്തകരുണ്ടെങ്കിൽ സ്കൂളിന് മുന്നിൽ പോയി നിൽക്കണം. രക്ഷകർത്താരെ വിളിച്ചുകൊണ്ട് പോയി ആരെങ്കിലും ഒക്കെ പിള്ളേരെ പിടിക്കാൻ വരുന്നുണ്ടോ നോക്കണം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. നമ്മുടെ വിഷയം അതല്ലേ, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്. ശരി, ആ ഇനിഷ്യേറ്റീവ് ഒക്കെ ഗംഭീരമാണ്. ഓക്കെ ശരി. ശ്രീ ആർ വി ബാബു, ഇവിടെ മതം മാറ്റത്തിനും പച്ചക്കൊടി എന്ന് പറഞ്ഞ് ജന്മഭൂമിയുടെ ഒരു പഴയ ലേഖനം ഇപ്പോൾ സൈബർ സ്പേസിൽ ഓടുന്നുണ്ട്. 2012 ജൂലൈ 20 ജന്മഭൂമി എന്ന് പറയുന്നത് നിങ്ങളുടെ പത്രമാണെന്ന് അറിയാലോ അല്ലേ? അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്നറിയോ? അതിൽ പറയുന്നത് ആയിരക്കണക്കിന് കോടി രൂപയാണ് മതം മാറ്റാൻ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തുന്നത്. ക്രിസ്തുമതത്തിലേക്കുള്ള മാറ്റത്തിന് പണമാണ് മുഖ്യമെങ്കിൽ ഇസ്ലാമിലേക്ക് പണത്തോളം പ്രണയമുണ്ട്. അന്ന് എഴുതിയാണ് കേട്ടോ ഇത്. കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷം ക്രിസ്ത്യൻ സംഘടനകൾക്ക് 450 കോടി രൂപ വന്നെന്ന് ഔദ്യോഗികമായി തന്നെ വെളിപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ ഒട്ടാകെ എത്രയായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഈ പണം എങ്ങനെ ചെലവഴിക്കും തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമോ അധികാരപരിധിയിലോ വരുന്നതല്ലെന്ന് ന്യായം പറഞ്ഞേക്കാം. പക്ഷേ കേരള സർക്കാർ ഉത്തരവാദിത്തമില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. താഴെ പറയുന്ന ഏറ്റവും കൂടുതൽ വിദേശ പണം എത്തിയിരിക്കുന്നത് കെ പി യോഹന്നാന്റെ തിരുവല്ലയിലുള്ള ബിലീവേഴ്സ് ചർച്ച് ഓഫ് ഇന്ത്യക്കാണ്. 159,91,67,620 രൂപയാണ് ഒരു വർഷം മാത്രം യോഹന്നാന്. 195 കോടി രൂപ പത്തട്ടയ്ക്ക് വന്നു. 11 NGO-കൾക്കാണ് ഈ പണം വന്നിരിക്കുന്നത്. എല്ലാം ക്രിസ്ത്യൻ സംഘടനകൾക്കാണ്. 39 കോടി രൂപ എത്തിയ കോഴിക്കോട് 2ാം സ്ഥാനത്തും 23 കോടി രൂപ വിദേശത്ത് എത്തിയ തൃശ്ശൂർ 3ാം സ്ഥാനത്തുമാണ്. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയണം. ആ കൂട്ടത്തിൽ പറഞ്ഞു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഒരിടത്ത് കേരളത്തിൽ മിശ്രവിവാഹം അനുവദനീയമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്താണ് മിശ്രവിവാഹം എന്നുകൂടി വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. മതം മാറി വിവാഹം നടത്തുന്നത് മിശ്രവിവാഹത്തിന്റെ ഗണത്തിൽ പെടുമോ? ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാകും. തൊട്ടടുത്തിരിക്കുന്ന ചീഫ് വിപ്പ് പി സി ജോർജ് ഉമ്മൻചാണ്ടിയുടെ വലംകൈയാണല്ലോ. വലിയ വായിൽ വർത്താനം പറയുന്ന പി സി ജോർജിന്റെ മകൻ വിവാഹം ചെയ്തത് ജഗദീഷ് ശ്രീകുമാറിന്റെ മകളെ മതം മാറ്റിയ ശേഷമാണെന്ന് ആർക്കാണ് അറിയാത്തത്? അതിനെ മിശ്രവിവാഹമായി കണക്കാക്കാമോ? ജന്മഭൂമിയുടെ ഈ ലേഖനം താങ്കൾ വായിച്ചതായിരിക്കുമല്ലോ ശ്രീ അറിവ്, അല്ലെങ്കിൽ അയച്ചു തരാം. എനിക്ക് അയക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും രണ്ട് വിഷയമാണ് ഹാഷ്മി. ഇവിടെ എന്താണ് വിഷയം? മതം മാറി വിവാഹം കഴിക്കുന്നു, ഇപ്പോൾ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം മതം മാറുന്നു എന്നുള്ളത് ഒരുപാട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. മതം മാറ്റം എന്നുള്ളത് സംഘപരിവാർ സംഘടനകൾ വലിയ തോതിൽ ഉന്നയിച്ചിട്ടുള്ള വിഷയമാണ്. അത് ക്രിസ്ത്യൻ മിഷണറി സംഘടനകൾ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സംഘടനകൾ നടത്തുന്ന മതം മാറ്റത്തെ ശക്തമായി എതിർത്തിട്ടുണ്ട്, ഇന്നും എതിർക്കുന്നു.
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പല്ലേ ബിലീവേഴ്സ് ചർച്ചിൻ്റെ കേന്ദ്രം റെയ്ഡ് ചെയ്ത് 2,500 കോടി രൂപ പിടിച്ചെടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിനോടുള്ള പ്രതിഷേധങ്ങളും ഞാൻ പറഞ്ഞത് ഇപ്പോഴും കോടികൾ ക്രൈസ്തവ സഭകളുടെ ഭാഗത്തേക്ക് മതപരിവർത്തനം ഒഴിയുന്ന നിലപാട് രാഹുൽ ആർ വി ബാബുവിനുണ്ടോ? നമ്മൾ ആദ്യം തന്നെ ലവ് ജിഹാദ് എന്താണ് എന്ന് മനസ്സിലാക്കണം. എന്താണ് ലവ് ജിഹാദ്? മറ്റ് മതം, ഒരു ക്രിസ്ത്യൻ യുവാവ് ഹിന്ദു പെൺകുട്ടി വിവാഹം കഴിക്കുന്നു, വിവാഹത്തിന് ശേഷം കുറേ കഴിയുമ്പോൾ മതം മാറുന്നു. ഇതൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത്തരം മിശ്ര വിവാഹങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. പ്രശ്നം എന്താണ്? വിവാഹത്തിന് മുന്നോടിയായിട്ട് മതം മാറ്റം നടത്തുന്നു. ആ മതം മാറ്റത്തിന് സാഹചര്യം ഒരുക്കുന്ന തരത്തിൽ ആ കുട്ടിയെ പ്രണയക്കെണിയിൽപ്പെടുത്തി ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. എന്താണ് ഷെഹൻഷാ കേസ്? ഇവിടെ നേരത്തെ അമീർ പറഞ്ഞില്ലേ, എന്താ ഷെഹൻഷാ കേസ്? ഷെഹൻഷാ കേസ് ആരുടെയെങ്കിലും വെബ്സൈറ്റിൽ എന്തെങ്കിലും അപ്ലോഡ് ചെയ്തതിൻ്റെണ്ടായ കേസല്ലല്ലോ. ഷെഹൻഷാ കേസ് എന്ന് പറയുന്നത് 2 പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത് ആ കുട്ടികൾ കൊടുത്ത ഒരു മൊഴിയുണ്ട്. അതൊന്ന് വായിക്കണം. ചങ്ക് തകരുന്ന മൊഴിയാണ്. ആ കുട്ടികളെ അതിനുവേണ്ടി മതം പഠിപ്പിക്കുകയും മതത്തിൻ്റെ ഉസ്താദുമാരുടെ വീഡിയോ കൊടുക്കുകയും അതിനുവേണ്ടി വളരെ ബോധപൂർവം മതം മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ലൈംഗികമായി ചൂഷണം ചെയ്ത് അത് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് മതം മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ നഗ്നമായ ചിത്രമാണ് ഹൈക്കോടതിയിൽ വെളിവാക്കപ്പെട്ടത്. അതിന്റെ തുടർന്നാണ് ശങ്കരന്റെ വിധി ഉണ്ടായത്. അല്ലാതെ ആരുടെയെങ്കിലും വെബ്സൈറ്റിൽ എന്തെങ്കിലും വീഡിയോ കണ്ടത് നടത്തിയിട്ടുള്ള വിധിന്യായമല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഷഹൻഷാ ഈ പറയുന്ന ആളും ആ പെൺകുട്ടികളെ സുഖമായിട്ട് എവിടെ ജീവിക്കുന്നുണ്ട് സമാധാനമായിട്ട്. ഞാൻ പറയട്ടെ, ശങ്കരന്റെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം നടത്തി പോലീസ് കൊടുത്ത റിപ്പോർട്ട് സമാധാനമായിട്ടാണോ അല്ലേന്നുള്ളത് ഹാദിയോട് ചോദിക്കണം. അന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയ കല്യാണം എവിടെ എത്തി? സുപ്രീം കോടതിക്ക് മനസ്സിലാവാത്തതാണോ ഇതൊക്കെ? NIA മനസ്സിലാവാത്തതാണോ ആർ വി ബാബുവിന് അറിയാവുന്നത്? എവിടെ എത്തി? അല്ല, അതിനുശേഷമാണ് സുപ്രീം കോടതി വിധിക്ക് ശേഷമാണത്. നിങ്ങൾക്ക് അതിനുശേഷം ബാബു, ദേശീയ അന്വേഷണ ഏജൻസി താങ്കൾക്ക് വിശ്വാസക്കുറവുണ്ടോ? ദേശീയ അന്വേഷണ ഏജൻസി താങ്കൾക്ക് വിശ്വാസക്കുറവുണ്ടോ? അല്ല, ദേശീയ അന്വേഷണ ഏജൻസിയും അന്വേഷിക്കുന്നത് എന്താണ്? അല്ലല്ല താങ്കൾ അല്ലല്ല ആർ വി ബാബു, താങ്കൾ കള്ളം പറയാ. ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിച്ചത് ലവ് ജിഹാദ് എന്ന് പറയുന്നത് താങ്കളുടെ നിയമപരമായ കോയിനേജ് അല്ല. ഇത്തരത്തിൽ കോൺസ്പിറസി ഉണ്ടോ? ഇത്തരത്തിൽ ദേശീയവും അന്തർദേശീയവും മാനങ്ങൾ ഇതിനുണ്ടോ? ലവ് ജിഹാദ് എന്ന പേരിൽ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു അജണ്ട പുറത്ത് മതം മാറ്റുന്നുണ്ടോ എന്ന കാര്യം വളരെ വിശദമായി അന്വേഷിച്ചു ദേശീയ അന്വേഷണ ഞാൻ അങ്ങനെ അയച്ചുതരാം സുപ്രീം കോടതി വിധി. ശരി, ഞാൻ പറഞ്ഞു വരട്ടെന്നേ. ഞാൻ അതിലേക്കാണ് വരുന്നത്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? വിക്ടിമായി കഴിഞ്ഞ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി പിന്നീട് അത് ബ്ലാക്ക് മെയിലിനും ബ്രെയിൻ വാഷിനും ഇടയായിട്ട് ആ കുട്ടികൾ അവരുടെ മാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരാളോടും അവർ നടന്ന സംഭവങ്ങൾ പറയാൻ തയ്യാറാണ്. അങ്ങനെ പറഞ്ഞ സംഭവങ്ങൾ പറയാൻ തയ്യാറായ അപൂർവ സംഭവങ്ങളാണ്. അതാണ് ഷെഹൻഷാ കേസിൽ വന്ന 2 പെൺകുട്ടികളുടെ വിഷയം. ഇവിടെ വിക്ടിമായിട്ടുള്ള പെൺകുട്ടികൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ. നിങ്ങൾ അവരെ കാണുമോ? നിങ്ങൾ അവരെ ഇന്റർവ്യൂ ചെയ്യോ? ഞാൻ ഹാഷ്മിയോട് വെല്ലുവിളിക്കുക. ഇവിടെ തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് ആർഷവിദ്യാസമാജത്തിലെ പെൺകുട്ടികളുണ്ട്. അവർ പുസ്തകം എഴുതിയിട്ടുണ്ട്. അവർക്കുണ്ടായ അനുഭവങ്ങൾ അവർ പൊതുസമൂഹത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തേ നിങ്ങൾ അവരെ അഡ്രസ് ചെയ്യാത്തത്? അവർ പെൺകുട്ടികളല്ലേ, അവരനുഭവിച്ച കാര്യങ്ങളല്ലേ അവർ പറഞ്ഞത്. വേണ്ടി അവർ ശ്രമിച്ചതിന്റെയും ഒക്കെ പച്ചയായ നിങ്ങൾ ആര്യ സമാജത്തിൽ പറയുന്ന ഏതെങ്കിലും കുട്ടി പറഞ്ഞാൽ കേട്ടാ പറ്റുമോ? ആരിബാബു, നമ്മുടെ മുന്നിലുള്ള സാറേ ആരിബ് എന്താന്ന് പറയുന്നത്? അങ്ങെന്താ പറയുന്നത്? നമുക്ക് ആധികാരിക മുഖവിൽ എടുക്കാൻ പറ്റുന്ന എന്താണ്? നമുക്ക് ആധികാരിക മുഖവിൽ എടുക്കാൻ പറ്റുന്ന എന്താണ്? രാജ്യത്തിന്റെ സുപ്രീം കോടതി. രാജ്യത്തിന്റെ സുപ്രീം കോടതിയാണോ? നമ്മുടെ പ്രീമിയർ അന്വേഷണ ഏജൻസി ദേശീയ അന്വേഷണ ഏജൻസിയാണോ? നമ്മുടെ കോടതികളാണോ? നമ്മുടെ അന്വേഷണ ഏജൻസികളാണോ? നമ്മുടെ പാർലമെന്റ് ആണോ? ഇത്രയും കാര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞ ഉണ്ടെന്ന് എങ്ങനെയാ വരിക ആർ വി ബാബു? ലവ് ജിഹാദ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാത്തോടത്തോളം ഒരു കോടതിക്കും ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ദേശീയ അന്വേഷണം ചെയ്യാത്തോടത്തോളം ഒരു കോടതിക്കും ഒരു നിയമ സംവിധാനത്തിനും ആർ വി ബാബു KT ശങ്കരന്റെ 8 ചോദ്യങ്ങൾ എന്തൊക്കെയാ? പറയാൻ പറ്റില്ല. ആർ വി ബാബു KT ശങ്കരന്റെ 8 ചോദ്യങ്ങൾ എന്തൊക്കെയാ? ഈ പറഞ്ഞ ലവ് ജിഹാദിന്റെ കോയിനേജ് പിടിച്ച് പറയല്ലേ. KT ശങ്കരന്റെ 8 ചോദ്യങ്ങൾ ലവ് ജിഹാദിന്റെ കോയിനേജ് അല്ല. സുപ്രീം കോടതി ദേശീയ അന്വേഷിക്കാൻ പറഞ്ഞത് ലവ് ജിഹാദിന്റെ കോയിനേജ് അല്ല. ഇതിന്റെ വിശദമായി ഇപ്പം കർണാടകയിലെ SIT അന്വേഷിച്ചത് 27,000 രൂപ കേസാ. ഈ കോയിനേജ് അല്ല. അറിവ് ബാബു ഇല്ലാത്ത കാര്യം പറഞ്ഞോണ്ടിരിക്കല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞു കൊടുത്തു.
അല്ല, നിങ്ങൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ സഭയിലെ നേതാക്കന്മാര് ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ, ക്രൈസ്തവ സഭ പറയുന്നുണ്ടോന്ന്. ക്രൈസ്തവ സഭയിലെ നേതാക്കന്മാരും ബിഷപ്പുമാര് അവർ പരസ്യമായിട്ട് രംഗത്ത് വന്നത് എന്തായിരുന്നു? ജാഗ്രത. എത്രയോ കാലം മുമ്പ്, ഈ പി സി ജോർജ് പറയുന്നതിന് മുമ്പ് തന്നെ 2012 മുതൽ അല്ലെങ്കിൽ 2009 മുതൽ ക്രൈസ്തവ സഭ ഈ വിഷയത്തിൽ ജാഗരൂകരാകാൻ ആവശ്യപ്പെടുന്നില്ലേ? അവരുടെ കുട്ടികളെ ഒരു ഈ ലൗചികാതിനെതിരെ അണിനിരക്കാൻ പറയുന്നില്ലേ? അത് രാഹുൽ പറഞ്ഞ കാര്യമാണ്. ഈ കല്ലറങ്ങാട്ട് പിതാവ് തന്നെയല്ലേ? അത് രാഹുൽ പറഞ്ഞ ഇവിടെ ഈ ക്രൈസ്തവ സഭയിലെ കള്ളം, സംഘപരിവാറിന്റെ ആൾക്കാർ പറയുന്നത് കള്ളം, ഈ ഇസ്ലാമിക തീവ്രവാദികൾ സുപ്രീം കോടതി ഇസ്ലാമിക തീവ്രവാദികളാണോ? ആർ വി ബാബു, സുപ്രീം കോടതി ഇസ്ലാമിക തീവ്രവാദികളാണോ? ആണോ? ആ ബെസ്റ്റ്. സുപ്രീം കോടതി ഇസ്ലാമിക തീവ്രവാദികളാണോ? ദേശീയ അന്വേഷണ ഏജൻസി ഇസ്ലാമിക തീവ്രവാദികളാണോ? ജേക്കബ് പുന്നൂസ് ഇസ്ലാമിക തീവ്രവാദിയാണോ? ലോക്നാഥ് ബെഹ്റ ഇസ്ലാമിക തീവ്രവാദിയാണോ? അന്വേഷണ അസംഖ്യം ഏജൻസി ഇസ്ലാമിക തീവ്രവാദികളാണോ? ഹൈക്കോടതിയിലെ DGP അല്ല, കർണാടക സ്റ്റേറ്റിലെ DGP ഇസ്ലാമിക തീവ്രവാദിയാണോ? എന്തു ആർ വി പറയുന്നത്? ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയാം. എന്നാ ഞാൻ പറയാം. ഇത്തരത്തില് അല്ലല്ല ഹാഷ്മി, നിങ്ങൾ ഇങ്ങനെ ഏകപക്ഷീയമായി പോകല്ലേ. ഇത്തരത്തിൽ മതം മാറ്റം നടക്കുന്നതുകൊണ്ടാണ് മധ്യപ്രദേശിൽ നിയമം ഉണ്ടായത് സാർ. ഇത്തരത്തിൽ മതം മാറ്റം നടക്കുന്നതുകൊണ്ടാണ് ഉത്തരാഖണ്ഡിൽ നിയമം ഉണ്ടായത് സാർ. ഇത്തരത്തിൽ മതം മാറ്റം നടക്കുന്നതുകൊണ്ടാണ് ഹിമാചൽ പ്രദേശ് നിയമം ഉണ്ടായത്. നിങ്ങൾ ഈ പറയുന്നത് മതം മാറ്റം ഉണ്ടെന്നേ. മതം മാറ്റം ഉണ്ടാവുന്നുണ്ട്. മതം മാറ്റം പല മതങ്ങളിൽ നിന്ന് പല മതങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. കേരളത്തിലെ കണക്കെടുത്താൽ ഏതാണ്ടൊക്കെ ആനുപാതികമാണ്. ഹിന്ദു മതത്തിൽ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നതൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ ഈ പറഞ്ഞ വേറെ സംഭവം. മതം മാറ്റത്തിനൊക്കെ മതം മാറ്റം അല്ല ആർ വി ബാബു, രാജ്യത്ത് മതം മാറ്റം ഉണ്ടാവുന്നുണ്ട്. രാജ്യത്ത് മതം മാറ്റം ഇതുവരെ നിയമവിരുദ്ധമല്ല. രാജ്യത്ത് മതം മാറ്റം ഇതുവരെ നിയമവിരുദ്ധമല്ല. അത് പല മതങ്ങളിൽ നിന്ന് പല മതങ്ങളിലേക്ക് കാലാകാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കണക്കെടുത്താൽ ഏതാണ്ട് ആനുപാതികമാണ് താനും. ആർ വി ബാബു, താങ്കൾ പറഞ്ഞത് ഓക്കെ. ഇപ്പൊ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന മതം മാറ്റ പ്രശ്നമാണെങ്കിൽ അത് അവിടുത്തെ രാഷ്ട്രീയ തീരുമാനമല്ലേ? അത് അല്ല, രാഷ്ട്രീയ തീരുമാനമല്ല. നിയമപരമായിട്ട് ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ നടപ്പാക്കിയ നിയമം തന്നെയാണത്. അതുകൊണ്ടാണ് സുപ്രീം കോടതി നിരോധിക്കാതിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. രാഹുൽ ഈശ്വർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. രാഹുൽ ഈശ്വർ എല്ലാത്തിനെയും UCC-യുമായിട്ട് ബന്ധിപ്പിച്ച പറയാറ്. ഈ UCC എന്നുള്ളതിന് രാഹുൽ ഈശ്വറിനെ വിടാതെ പിടികൂടിയിട്ടുള്ള ഒരു ദുർഭൂതമാണ്. അതിന് അദ്ദേഹം ശ്രീ ഗുരുജിയൊക്കെ ഉദാഹരിക്കും. ഞാൻ രാഹുൽ ഈശ്വറിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ രാഹുൽ ഈശ്വർ ശബരിമല വിഷയം പോലും UCC-ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, രാഹുൽ ഈശ്വറെ, ഗുരുജി ഗോൾവൽക്കർ ഒരുപാട് കാര്യങ്ങളിൽ പല ഭാഷാ സംസാരങ്ങളുടെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. UCC-യുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. RSSനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി എല്ലാ കാര്യത്തിലും അന്തിമമായിട്ടുള്ള നിർണയം എന്ന് പറയുന്നത് അതിൻ്റെ അഖില ഭാരതീയ പ്രതിനിധി സഭയാണ്. അഖില ഭാരതീയ പ്രതിനിധി സഭ അതെടുക്കുന്ന തീരുമാനമാണ് RSSന്റെ അന്തിമമായ തീരുമാനം. ആ അഖില ഭാരതീയ പ്രതിനിധി സഭ പലതവണ രാജ്യത്ത് കോമൺ സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് RSSനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഗുരുജി ഗോൾവൽക്കറുടെ പേര് പറഞ്ഞ് എല്ലാ തവണയും ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് അല്ല ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നത്. ഈ ആസൂത്രിതമായി മതതീവ്രവാദികൾ മതം മാറ്റി പെൺകുട്ടികളെ മതം മാറ്റത്തിന് വേണ്ടി പ്രണയത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം. ഇവിടുത്തെ ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ടല്ല. ശരി, ഉറപ്പായും രാഹുൽ ഈശ്വർ, ആർ വി ബാബു, മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയം വെച്ച് അത് ഉന്നയിക്കണം. ആരോപണം അദ്ദേഹത്തിന് ഉന്നയിക്കണം, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ആരോപണം ആർക്കും ഉന്നയിക്കാമല്ലോ. അപ്പൊ ആരോപണം ഉന്നയിച്ചാലും ശ്രീ രാഹുൽ ഈശ്വർ അതിന് തെളിയിക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഉണ്ടാവേണ്ട ഈ രാജ്യത്ത്. ഞാൻ പറയുന്നത് സുപ്രീം കോടതിയോ ഏതെങ്കിലും നിയമ സംവിധാനങ്ങളോ ഏതെങ്കിലും അന്വേഷണ ഏജൻസികളോ ആരെങ്കിലും പറയണ്ടേ ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് സമ്മതിക്കാം. രാഹുൽ പറയൂ. എനിക്ക് 1 മിനിറ്റ് തരണം. നമ്മൾ വ്യത്യസ്ത കോണിൽ നിൽക്കുന്ന ഇവിടുത്തെ 4 പേരും യോജിക്കുന്ന കാര്യങ്ങൾ, എല്ലാവർക്കും യോജിക്കുന്ന കാര്യങ്ങൾ പറയാം. ഒന്ന്, നിർബന്ധിത മതപരിവർത്തനം ഉണ്ടോ? ചരിത്രത്തിലുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് മഹാത്മാഗാന്ധിയുടെ മകനായ, അവതാര പുരുഷനായ മഹാത്മാഗാന്ധിയുടെ മകനായ ഹരിലാൽ ഗാന്ധിയെ നിർബന്ധിത മതപരിവർത്തനം വഴി ഹരിലാൽ അബ്ദുള്ള ഗാന്ധിയാക്കി മാറ്റിയിട്ടുണ്ട്. എന്താണ് തെളിവ്? സാക്ഷാൽ മഹാത്മാഗാന്ധി എഴുതിയിട്ടുണ്ട്. അതിനപ്പുറം ഒരു തെളിവ് ഉണ്ടല്ലോ. ടൈംസ് ഓഫ് ഇന്ത്യക്ക് അദ്ദേഹം എഴുതിയ എഴുത്തിൽ ഇവൻ സ്വാർത്ഥ ലാഭങ്ങൾക്കും സാമ്പത്തിക താല്പര്യങ്ങൾക്കും വേണ്ടിയാണ് മതം മാറുന്നതെന്ന് സാക്ഷാൽ മഹാത്മാഗാന്ധി എഴുതിയിട്ടുണ്ട്.
കേരളത്തിൽ അങ്ങനെ 3 പെൺകുട്ടികൾ, നിമിഷ ഫാത്തിമ, സോണിയ സെബാസ്റ്റ്യൻ, മറിയം അടക്കമുള്ളവർ പോയിട്ടുണ്ട്. ആർഷ വിദ്യാസമാജത്തിലെ ശ്രുതി അടക്കമുള്ളവർ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ 1 കോടിയിലൊന്നോ 1 ലക്ഷത്തിലൊന്നോ 0.0001% നടക്കുന്നുണ്ട്. പക്ഷേ ആ 3 കുട്ടികളുടെ കാര്യം 32,000 ആണ് എന്ന് കള്ളം പറയുമ്പോഴാണ് കേരള സ്റ്റോറി ഉണ്ടാകുന്നത്. ആ കള്ളമാണെന്ന് തന്നെ പറയണം. 3 പേരുടെ കാര്യം നമ്മൾ മറച്ചു വെക്കണ്ട. പക്ഷേ 32,000 എന്നുള്ളത് പച്ച കള്ളമാണ്. നേരത്തെ ഒരുപാട് പേര് ഹാദിയ എന്ന് പറഞ്ഞല്ലോ. ആ കേസിൽ ആക്റ്റീവായി ഇടപെട്ടൊരു വ്യക്തിയാണ് ഞാൻ. അമീൻ ഓർക്കേണ്ട കാര്യം, ഹാദിയയ്ക്ക് വേണ്ടി പോപ്പുലർ ഫ്രണ്ടുകാർ 77 ലക്ഷം രൂപ കപിൽ സിബലിന് കൊടുത്തു. രാഹുൽ ഈശ്വർ സ്വന്തം കയ്യിൽ നിന്ന് അങ്ങോട്ട് കാശിട്ടാണ് അഖില ഹാദിയെ സപ്പോർട്ട് ചെയ്തത്. ഞാൻ അന്ന് ജോസഫൈൻ മാഡം ഉണ്ടായിരുന്നു വനിതാ കമ്മീഷനിൽ. ഞാൻ മാഡത്തെ പോയി കണ്ടു. പറയട്ടെ സാർ, ഞാൻ 1 മിനിറ്റ് അല്ലേ ചോദിച്ചുള്ളൂ. പറയട്ടെ സാർ, അങ്ങ് കേൾക്കൂ. ഞാൻ റിപ്പോർട്ട് അയച്ചുതരാം. അറിവ് അങ്ങ് വായിച്ചിട്ട് ഞാൻ അങ്ങ് അയച്ചുതരാം. പ്ലീസ് ഞാൻ അയച്ചുതരാം. വായിക്കും രാഹുൽ സാർ. ഞാൻ അത് കളയൂ. എന്റെ ഒരു നിലപാട് വെക്കാൻ അവസരം തരൂ. ഈ അഖില ഹാദിയയുടെ കേസടക്കം നമ്മൾ ദുരുപയോഗം ചെയ്തിട്ട് കാര്യമില്ല. അഖില ഹാദിയ മതം മാറി ആദ്യം പോയി, അതിനുശേഷമാണ് കല്യാണം നടന്നത്. എന്നാൽ നിമിഷ ഫാത്തിമയുടെ വിഷയം അങ്ങനെയല്ല. ഈ അഖില ഹാദിയയുടെ കേസിൽ ഇരുപക്ഷത്തുനിന്നും ഒരുപാട് ചീത്ത കേട്ട് ഇന്നും ചീത്ത കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അമീൻ അറിയാൻ വേണ്ടി പറയുകയാണ്, അഖില ഹാദിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് വധഭീഷണി ഉണ്ടായി. ഒരു തീവ്ര സമയം തരുമെങ്കിൽ ഞാൻ അങ്ങേ വിമർശിച്ചത് ഹാദിയയുടെ വിഷയത്തിലല്ല. ഞാൻ അങ്ങേ വിമർശിക്കുന്നത് 2015 അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന ഉണ്ടല്ലോ സോളിഡാരിറ്റി. അമീനെ കേൾക്കൂ. അമീന് സമയം കിട്ടും. സോളിഡാരിറ്റി നിങ്ങളുടെ ജമാഅത്തെ ഇസ്ലാമിയോട് ചോദിച്ചാൽ മതി. ഞാൻ ഗസ്റ്റായി പങ്കെടുക്കാനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിലാണ് കേരളത്തിൽ ആദ്യമായി ഐസിസ് ത്രെറ്റ് ഉണ്ടാകുന്നത്. ഒരു ഹിന്ദു വിശ്വാസിയെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യമായിട്ടുണ്ടാകുന്നത് എനിക്കാണ്. അതുകൊണ്ട് എനിക്ക് എന്താണ് ഇതിന്റെ ഒന്ന് പറയണ കേൾക്കാനുള്ള മര്യാദ കാണിക്കൂ. അതുകൊണ്ട് നമുക്ക് ഈ വിഷയം ബാലൻസ്ഡ് ആയിട്ട് കാണണം. നിർബന്ധിത മതപരിവർത്തനങ്ങൾ ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റ്യനും ഒക്കെ അതിന്റെ ഇരകളാണ്. എന്നാൽ ആ 3നെ 32,000 ആക്കി പറയുന്നതിന് എന്തെങ്കിലും ന്യായമുണ്ടോ? ആ ന്യായം ഇല്ലതാണ്. ആർഷ വിദ്യാസമാജത്തിൽ അടക്കമുള്ള കുട്ടികൾക്ക് സാറേ ഒന്ന് പറയണം. അങ്ങയുടെ അവസരത്തിൽ സംസാരിച്ചൂടെ? താങ്കളുടെ സമയത്ത് സാർ ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കോട്ടെ. അതുകൊണ്ട് അമീൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വിഷയം ഒരു മധ്യപാതയിൽ നിന്ന് സെൻസിറ്റീവായി നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയണം. അഖിലാഹാദി അടക്കം ഒരു പെൺകുട്ടിയുടെയും ജീവിതം വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കരുത്. അഖിലാഹാദിയയ്ക്ക് വേണ്ടി ചിലവാക്കിയ 77 ലക്ഷം രൂപ പോപ്പുലർ ഫ്രണ്ടുകാർക്കുണ്ടെങ്കിൽ എത്ര പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും കല്യാണം ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഈ തീവ്ര വലതുപക്ഷക്കാരും തീവ്ര ഇസ്ലാമിസ്റ്റുകളും അവരുടെ രാഷ്ട്രീയം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പെൺകുട്ടികളുടെയും നാട്ടുകാരുടെയും കുടുംബങ്ങളുടെയും ജീവിതം വെച്ച് വടം വലിക്കുകയാണ്. ഇങ്ങനെ ഒരു വിഷയമുണ്ട്. തീവ്ര ഇസ്ലാമിസം എന്നൊരു കാര്യമുണ്ട്, നിർബന്ധിത മതപരിവർത്തനമുണ്ട്. പക്ഷേ അത് 1 ലക്ഷത്തിൽ 1 10 ലക്ഷത്തിൽ 1. അതിനെ 32,000 എന്ന് കേരള സ്റ്റോറിയിലൂടെ കള്ളം പറയേണ്ട ആവശ്യം നമുക്കില്ല. സെൻസിറ്റീവ് ആക്കാൻ അവസാനിപ്പിക്കാം. ക്രിസ്ത്യൻ സമൂഹത്തിന് വലിയൊരു ആശങ്കയുണ്ട്. അവരുടെ ജനസംഖ്യ കുറയുന്നതിന് ക്രിസ്ത്യൻ ഹിന്ദു സമൂഹങ്ങൾക്ക് ആശങ്കയുണ്ട്. ഈ ആശങ്ക തിരിച്ചറിഞ്ഞതിനെ പരിഹരിക്കാൻ മറുപടി പറയാൻ സമയം ഷമീൻ ഹസൻ ജനകീയ കോടതി എന്ന് പറയുന്ന എൻ്റെ പരിപാടി, നമ്മുടെ പരിപാടിയിൽ വന്ന് ഈ ഷോൺ ജോർജ് പറഞ്ഞതാണ്, എന്താണ് ഭാര്യയെ മതം മാറ്റിയതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദന എന്ന് ഷോൺ പറഞ്ഞതാണ്. അപ്പോൾ ഷോണിൻ്റെ ഇപ്പോൾ ഇന്ന് ഷോൺ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാനാണല്ലോ ഏറ്റവും വലിയ ലവ് ജിഹാദിസ്റ്റ് എന്ന് ഷോൺ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. പോട്ടെ, ഞാൻ പറയുന്നത് ഇതിങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഫാക്റ്റിൻ്റെ അടിസ്ഥാനമില്ലെങ്കിലും ഏതെങ്കിലും തരത്തിൽ കോടതികളോ ഇന്ന് ദേശീയ അന്വേഷണ ഏജൻസി അടക്കം ഒരു ഏജൻസിയും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും രാഹുൽ പറയുന്നത് പോലെ അതിങ്ങനെ അന്തരീക്ഷത്തിലെ ആശങ്കയെ നിൽപ്പുണ്ട്. അമീൻ, അതിന് മറുപടി എന്താണ്? അതിന് പരിഹാരം എന്താണ്? ഹാഷ്മി, പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ, അങ്ങ് എന്നെ തെറ്റിദ്ധരിച്ചതാണ്. അതായത് അങ്ങയുടെ ഹാദിയ വിഷയത്തിലുള്ള ഇടപെടലിനെ കുറിച്ച് ഇപ്പോൾ ഞാൻ വിമർശനമൊന്നും ഉന്നയിച്ചിട്ടില്ല. ഞാൻ ഉന്നയിച്ച വിമർശനം കൃത്യമായി പറഞ്ഞാൽ 31/12/2009 ജസ്റ്റിസ് KT ശങ്കരൻ്റെ നേരത്തെ സൂചിപ്പിച്ച വിധിന്യായത്തെ ന്യായീകരിച്ചുകൊണ്ട് CNN IBNൽ താങ്കൾ നടത്തിയ ചർച്ച ഇപ്പോഴും യൂട്യൂബിൽ കിട്ടും. 2009 ലവ് ജിഹാദിൻ്റെ പ്രധാനപ്പെട്ട ക്യാമ്പയിനർ ആയിരുന്നു താങ്കൾ തിരുത്തിയതിൽ സന്തോഷമുണ്ട്, അതുപോലെ മറ്റുള്ളവരും തിരുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങ് എന്നെ തെറ്റിദ്ധരിച്ചതാണ്. അങ്ങ് തിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങ് വികാര വിക്ഷോഭിതനാവേണ്ട കാര്യമില്ല.
രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് KCBCയോടാണ്. KCBCയുടെ വക്താവ് ഇവിടെ ഇപ്പോഴും PC ജോർജിനെ വളരെ ലളിതമായി സുന്ദരമായി ലൈറ്റായി ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെയും ടാർണിഷ് ചെയ്യേണ്ടതില്ല എന്നാണ് PC ജോർജിനെതിരായ വിമർശനത്തെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പ്രിയപ്പെട്ട ജോർജ് സർ, പ്രസാദ് സർ, അദ്ദേഹം മനസ്സിലാക്കേണ്ടത് KCBC നടത്തുന്ന മദ്യവിരുദ്ധ പ്രക്ഷോഭമുണ്ടല്ലോ, ആ മദ്യവിരുദ്ധ പ്രക്ഷോഭത്തിൽ ഒരുപക്ഷെ മദ്യത്തെക്കാളും MDMA-യേക്കാളും ഒക്കെ മാരകമായ ഒരു വിഷം പ്രചരിപ്പിക്കരുത് എന്നാണ് സ്നേഹബുദ്ധിയ നിങ്ങളോട് പറയുന്നത്. കേരളം മദ്യത്തെ പോലെ, മയക്കുമരുന്നിനെ പോലെ, ലഹരി പദാർത്ഥങ്ങളെക്കാൾ ഭീകരമായി അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ സാമുദായികമായിട്ടുള്ള വർഗീയ തേരിചിരിവുണ്ടാക്കുന്ന വിദ്വേഷ പ്രചരണം. ആ വിദ്വേഷ പ്രചരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാവാണ് ഇപ്പോൾ PC ജോർജ് എന്ന് പറയുന്നത്. PC ജോർജിനെ ഒരു വേദിയിൽ പങ്കെടുപ്പിക്കുകയും മുസ്ലിം സമൂഹം വളരെ പവിത്രമായി കാണുന്ന ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രയോഗത്തെ വളരെ മോശമായ വിഷലിപ്തമായ രീതിയിൽ കോയിനേജ് ചെയ്തുകൊണ്ട് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യാജ പ്രചരണത്തെ ആ വേദി ഉപയോഗിച്ചുകൊണ്ട് പാലാ ബിഷപ്പിനെ അദ്ദേഹത്തിന്റെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന വിഷലിപ്തമായ ഒരു പ്രയോഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് PC ജോർജ് ന്യായീകരിക്കുമ്പോൾ നിങ്ങൾ അതിനെ തിരുത്തി പറയേണ്ടതായിരുന്നു. ആ തിരുത്തി പറയാതെ മദ്യവിരുദ്ധ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോയാൽ കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെയും സംഘപരിവാർ ഇതേ ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയിൽ എന്നെങ്കിലും പക്ഷേ PC ജോർജ് പറഞ്ഞ ആ 300 കണക്കിന് എന്തായാലും നമ്മുടെ പ്രസാദ് കുരുവിള ഏറ്റെടുക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ഈ പരിപാടിയെ പറ്റിയാണ്, അദ്ദേഹത്തിന്റെ ലഹരി വിരുദ്ധ പരിപാടിയെ പറ്റിയാണ്. നല്ല കാര്യമാണ്. അതിൽ ശ്രദ്ധ മാറിപ്പോകുന്നതിലാണ്. അല്ലാതെ PC ജോർജ് പറഞ്ഞതിനെ പ്രസാദ് കുരുവിള ഏറ്റെടുക്കുന്നത് മാത്രമല്ല, ഈ പറഞ്ഞ മീനച്ചിൽ ഭരണങ്ങാൻ ഞാനൊരു 2 മണിക്കൂർ എടുത്ത് ഈ പറയുന്ന മേഖലയിലൊക്കെ ഉള്ള ജനപ്രതിനിധികൾ വിളിച്ച് ആൾക്കാരെ വിളിപ്പിച്ച് ചോദിപ്പിച്ചതാണ്. അവർക്കൊന്നും അറിഞ്ഞുകൂടാ. ഓക്കെ, എന്തായാലും ഇവിടെ കമന്റ് ബോക്സിൽ കുറേ പ്രേക്ഷകർ കോടതിയിൽ ഹാജരായോ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകണം, മുഖ്യമന്ത്രി മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ്സിനെതിരെ ചെരിപ്പേറിഞ്ഞത് ബസ് മറിച്ചിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും ഒക്കെ കൊല്ലാനാണല്ലോ നീക്കം എന്നൊക്കെ പറഞ്ഞൊരു കേസ് കാലം. അതിൽ നമ്മുടെ വിനീതയ്ക്കെതിരെ എടുത്ത കേസൊക്കെ പ്രേക്ഷകർ ഓർമ്മയില്ലേ? അന്ന് ഒരു പെൺകുട്ടിയൊന്നും പോലും നോക്കാതെ, പ്രൈവസി നോക്കാതെ, വിനീതയുടെ ഫോൺ നമ്പർ അടക്കം വിശദാംശങ്ങൾ ഫേസ്ബുക്കിൽ ഹീനമായ സൈബർ വേട്ടയ്ക്ക് എറിഞ്ഞു കൊടുത്തൊരു നേതാവ് വേഷധാരിക്കെതിരെ പറഞ്ഞ സംഭവമാണ്. അതിനിയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏത് പാർട്ടിയിൽപ്പെട്ടവരായിക്കോട്ടെ, പാർട്ടി ഇല്ലാത്തവരായിക്കോട്ടെ, പെൺകുട്ടികളെ ഹീനമായ സൈബർ വേട്ടയ്ക്ക് ഇരയാക്കുന്നവന്മാർ, നികൃഷ്ടമായ പണിയെടുക്കുന്നവർ, ഏത് കൊമ്പത്തെ കക്ഷികളാണെങ്കിലും അതേ നിലപാട് തന്നെയാണ്, സംശയം വേണ്ട. പിന്നെ ബാക്കിയൊക്കെ കോടതിയിലാണ്, അവിടെ നോക്കാം. എന്തായാലും ഞാൻ ഇന്നലെ കോടതിയിൽ ഹാജരായത് കോടതി വളപ്പിന് ഒരു മതിലിനപ്പുറത്ത് നിന്ന് ഒളിച്ചിരുന്ന് പകർത്തിയ ആ ചേട്ടന്, ദൃശ്യങ്ങൾക്ക് വലിയ പ്രചാരണം കൊടുത്ത് പ്രൊമോഷൻ സേവനം നിർവഹിച്ച സൈബർ കടന്നലുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു ഡിയേഴ്സ്, താങ്ക്സ് എ ലോട്ട്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു.